അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ ടെക്നിക്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. സോ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സർഫസിൽ പല ടൈപ്സ് ഓഫ് ചിലപ്പോൾ ബാക്ടീരിയാസ് ഉണ്ടാവും, വൈറസ് ഉണ്ടാവും, കണ്ടാമിനേഷൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ ലബോറട്ടറി എക്യുപ്മെന്റ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം മൈക്രോബയോളജി ലബോറട്ടറിയിൽ യൂസ് ചെയ്ത എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ സർഫസിലും ഉണ്ടാവാം സം കൈൻഡ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. സോ ഇത് ആക്ച്വലി ഇപ്പൊ നമുക്കറിയാം, നമ്മളെ വീടുകളിലൊക്കെ വെൽസ് നമ്മൾ ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടി യൂഷ്വലി യൂസ് ചെയ്യുന്നതാണ് ബ്ലീച്ചിങ് പൗഡേഴ്സ്. സോ അത് മെയിൻലി ഇപ്പോൾ ആ ഒരു വാട്ടറിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ അഥവാ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നുണ്ടാവുക. ആൻഡ് ഓൾസോ അതിന് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ സ്റ്റെറിലൈൻസ് എന്നാണ് പറയുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് ഡിഫറെന്റ് ടെക്നിക്സ് വരുന്നുണ്ട്. അതിൽ ഫിസിക്കൽ മെത്തേഡ്സും കെമിക്കൽ മെത്തേഡ്സും ഉണ്ട്. ഇന്നത്തെ സെഷനിൽ നമുക്ക് കെമിക്കൽ സ്റ്റെറിലൈസേഷനെ കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ കെമിക്കൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് കെമിക്കൽ സബ്സ്റ്റൻസസ് ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസ്. ഈവൻ ബ്ലീച്ചിങ് പൗഡർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കെമിക്കൽ സ്റ്റെറിലൈസേഷൻ. ഓക്കെ, സോ അതാണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ. കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോകാനുള്ളത് ഫിസിക്കൽ സ്റ്റെറിലൈസേഷൻ ആണ്. കാരണം ഫിസിക്കൽ സ്റ്റെറിലൈസേഷൻ ആണ് PYQ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടുള്ളത്. കെമിക്കൽ സ്റ്റെറിലൈസേഷൻ 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതിൽ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ കണ്ടിട്ടുള്ളൂ, അത് ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് കെമിക്കൽ സ്റ്റെറിലൈസേഷനെ കുറിച്ചിട്ട് നോക്കാം. സോ ബിഫോർ ഗോയിങ് ടു ദ കെമിക്കൽ സ്റ്റെറിലൈസേഷൻ, എന്താണ് സ്റ്റെറിലൈസേഷൻ? ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്ന് മൈക്രോബ്സ് അഥവാ മൈക്രോ ഓർഗാനിസത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്ത് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. സോ നമുക്കിപ്പം ഈവൻ നമ്മളെ സ്കിന്നിൽ ഈ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസം കോണ്ടാക്ട് വന്നാൽ നമുക്ക് ഇൻഫെക്ഷൻ ആവും. ഓക്കെ, സോ എന്തായാലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർഫസ് പ്രോപ്പർലി എല്ലാ മൈക്രോ ഓർഗാനിസത്തിനും ഫ്രീ ആക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പൊ നമുക്കറിയാം, ഒരു എന്താണ് ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഇപ്പം വീട്ടിലെല്ലാവർക്കും ഒരേപോലെ പനി വന്നു. ഇപ്പൊ ഈവൻ കൊറോണ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ വീട്ടിലെല്ലാവർക്കും കൊറോണ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ എന്തായാലും അവരെല്ലാം ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി വീടെല്ലാം നമ്മൾ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യും. പിന്നെ മാത്രമല്ല, നമ്മൾ ഹാൻഡ് സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. സോ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ സർഫസ്, നമ്മുടെ സ്കിൻ സർഫസ് ആയിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഒബ്ജക്ട്സ് ആയിക്കോട്ടെ, അതെല്ലാം മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് ഫ്രീ ആക്കി വെക്കണം. വെച്ചാൽ മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസ്. ഇപ്പൊ സാനിറ്റൈസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സാനിറ്റൈസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള പവർ ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഹോസ്പിറ്റൽസിൽ പോയാലും അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻസ് വരും. സോ ഹോസ്പിറ്റൽസിൽ പോയാലും നമ്മളല്ലാത്ത ഹെൽത്ത് സെന്റേഴ്സിൽ പോയാലും എന്തായാലും നമ്മൾ ഈ പറഞ്ഞ സാനിറ്റൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയയോ അല്ലെങ്കിൽ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസം നമ്മുടെ സ്കിന്നുമായിട്ട് കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ട്രോയ് ആയി പോയിക്കോട്ടെ എന്നുള്ള രീതിക്കാണ് നമ്മൾ സാനിറ്റൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അതേപോലെ എല്ലാ ഒബ്ജക്റ്റും മെറ്റീരിയൽസും മൈക്രോബ്സിൽ നിന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഡിസ്ട്രാക്ഷൻ, അവരുടെ റിമൂവൽ മെത്തേഡിനെയാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, അതേപോലെ തന്നെ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോസ്പോർസ്, ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസ്, ഇതിനൊക്കെ റിമൂവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യുന്ന ആ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്നതാണ് സ്റ്റെറിലന്റ് എന്നുള്ളത്. ഓക്കെ, സ്റ്റെറിലന്റ്. ഇപ്പൊ നമുക്ക് പല മെത്തേഡ്സ് വെച്ചാൽ ഫിൽട്രേഷൻ, ലിക്വിഡും ഗ്യാസസും ആണ് ഫിൽട്രേഷൻ മെത്തേഡ്സ്, അങ്ങനെ കുറെ മെത്തേഡ്സ് ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ സെഷനിൽ നമുക്ക് കെമിക്കൽ സ്റ്റെറിലൈസേഷനെ കുറിച്ച് നോക്കാം. ഡിഫറെന്റ് കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, മെയിൻലി സ്റ്റെറിലൈസിങ് ഏജൻസ് അല്ലെ സ്റ്റെറിലൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവർ മെയിൻലി എന്താണ് ആ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ ചെയ്യുന്നത്? എയ്തർ ആ മൈക്രോ ഓർഗാനിസത്തിന്റെ സെൽ വാൾ ഡാമേജ് ചെയ്യും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സെൽ വാൾ സിന്തസിസ് സ്റ്റോപ്പ് ചെയ്യും. സോ ദാറ്റ് ആ പറഞ്ഞ മൈക്രോ ഓർഗാനിസത്തിൽ പ്രോപ്പർ ആയിട്ട് ഒരു സെൽ വാൾ ഫോം ചെയ്യാൻ പറ്റിയില്ല, അല്ലെ ഓൾറെഡി ഉള്ള സെൽ വാൾ ബ്രേക്ക് ചെയ്ത് പോവാന്ന് വെച്ചാൽ പിന്നെ അവർക്ക് പ്രോപ്പർ ആയിട്ട് അവരുടെ മെറ്റബോളിസം അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അവരുടെ എല്ലാ പ്രോസസ്സും നടക്കില്ല. സോ അങ്ങനെ ആ ഒരു ഡെത്ത് സംഭവിക്കും. അതാണ് 1 ഡേ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിന്റെ പെർമിയബിലിറ്റി ഓൾട്ടർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസിങ് ഏജന്റിന് എന്ത് കപ്പാസിറ്റി ഉണ്ടാവും? ഇപ്പൊ മൈക്രോ ഓർഗാനിസത്തിന്റെ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിന്റെ പെർമിയബിലിറ്റി മാറ്റുക. ഇപ്പൊ കറക്റ്റ് ആയിട്ട് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ഒരു പെർമിയബിലിറ്റി ഉണ്ടാവും. വേണ്ട സബ്സ്റ്റൻസിനെ മാത്രമേ പുറത്തേക്ക് കളയുള്ളൂ, വേണ്ടതിനെ മാത്രമേ ഉള്ളോട്ടേക്ക് എടുക്കുള്ളൂ. ആ ഒരു പെർമിയബിലിറ്റി കറക്റ്റ് ആയിട്ട് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ഉണ്ട്. എന്നാലും നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസിങ് ഏജന്റ് ആ മെംബ്രെയിന്റെ പെർമിയബിലിറ്റി മാറ്റുന്ന സമയത്ത് ചിലപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോയി പോവാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ബാക്ടീരിയക്ക് ഗ്രോത്തിനും മെറ്റബോളിസത്തിനും ആവശ്യമുള്ള പല കാര്യങ്ങൾ പുറത്തേക്ക് റിലീസ്ഡ് ആയി പോവാം. വേണ്ടാത്ത കുറെ കെമിക്കൽസ് അവരുടെ ബോഡിക്കുള്ളിൽ കയറാം. അങ്ങനെ അവരുടെ ഡെത്ത് സംഭവിക്കും.
ഓക്കെ. പിന്നെ പ്രോപ്പർ ആയിട്ട് പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ് എന്നുവെച്ചാൽ DNA, RNA അവരുടെയൊക്കെ കെമിക്കൽ സ്റ്റേറ്റ്സ് മാറ്റുക. എന്ന് വെച്ചാല് ഇപ്പൊ പ്രോട്ടീൻ നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ബോഡിയിൽ. നമ്മുടെ ബോഡിയിൽ പോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിന്റെ ബോഡിയിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പ്രോട്ടീൻസും ന്യൂക്ലിക് ആസിഡ്സും. പ്രോട്ടീൻസിന്റെ സ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടും DNA, RNA, ന്യൂക്ലിക് ആസിഡ്സിന്റെ സ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടും അവരെ കംപ്ലീറ്റ്ലി ഓൾട്ടർ ചെയ്തിട്ട് ഈ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ ഡാമേജ് ചെയ്യുന്നുണ്ട്. പിന്നെ എൻസൈം ആക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യാം. എൻസൈം ആക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് എൻസൈംസിന്റെ റോൾ ആക്ച്വലി ബോഡിയിൽ എന്നുള്ളത്. പല പല ഫങ്ഷൻസ് ചെയ്യാൻ എൻസൈംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എൻസൈംസിന് പ്രിവെന്റ് ചെയ്യുന്നത് വഴി അവിടെയും മൈക്രോ ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ പറ്റാതിരിക്കും. പിന്നെ കംപ്ലീറ്റ്ലി പ്രോട്ടീൻ ന്യൂക്ലിക് ആസിഡ് സിന്തസിസ് കംപ്ലീറ്റ്ലി ഇൻഹിബിറ്റ് ചെയ്യുക. അപ്പൊ ഈ ഓരോ രീതിക്കാണ് സ്റ്റെറിലൈസിങ് ഏജന്റ് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്നത്. അവരുടെ ബോഡിയിൽ പ്രസന്റ് ആയ പല കോമ്പൗണ്ട്സിന്റെയും ഓൾട്രേഷൻ നടത്തിക്കൊണ്ടും ഡാമേജ് ചെയ്തുകൊണ്ടും പല എന്താ പറയുക സിന്തസിസും ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടുമാണ് സ്റ്റെറിലൈസിങ് ഏജന്റ് മൈക്രോ ഓർഗാനിസത്തിന് എന്ത് ചെയ്യുന്നത്, കില്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് കെമിക്കൽ സ്റ്റെറിലൈസേഷൻ ആണ് നോക്കാനുള്ളത്. കെമിക്കൽ സ്റ്റെറിലൈസേഷൻ മെയിൻലി നമ്മൾ കെമിക്കൽ ഏജൻസ് ആയിരിക്കും യൂസ് ചെയ്യുക. ലിക്വിഡോ ഗ്യാസോ ആയിട്ടുള്ള കെമിക്കൽ ഏജൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ടാവാം. എന്ന് വെച്ചാൽ നമ്മളിപ്പം ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ നമുക്ക് ഫിസിക്കൽ സ്റ്റെറിലൈസേഷനിലൊക്കെ മെയിൻലി നമ്മൾ ഹീറ്റ് കൊടുക്കുക അല്ലെങ്കിൽ കോൾഡ് ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സ് കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പം നമുക്ക് എന്താണ് അധികം ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തതുണ്ട് എന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മുടെ ബോഡി തന്നെയാണ്, ഇപ്പൊ നമ്മുടെ സ്കിന്നിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ കളയണം. നമ്മൾ ഒരിക്കലും ചൂടുള്ള അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട്. വെരി ഹൈ ടെമ്പറേച്ചേഴ്സ് നമുക്ക് എന്തായാലും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ എന്താ പറയാ സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യുന്നത് അത് അധികം എന്താ പറയാ ഒരിക്കലും അതൊരു ഹീറ്റഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒന്നും അല്ല. അങ്ങനെ കുറെ മെറ്റീരിയൽസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസിന് നമുക്ക് അധികം ഹീറ്റ് കൊടുത്ത് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മളിപ്പം എന്താ പറയാ യൂസ് ചെയ്യുന്ന ഓക്കെ ഇപ്പൊ നെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ പറയില്ലേ ചുമ വരുമ്പോൾ ആവി പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു നെബിലൈസിങ് ഇൻസ്ട്രുമെന്റ്, ആ നെബിലൈസ് ചെയ്യേണ്ട മാസ്ക് നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ബോയിലിംഗ് വാട്ടറിൽ നമുക്ക് പ്ലേസ് ചെയ്താൽ അത് സ്റ്റെറിലൈസ് ചെയ്യാം. പക്ഷെ അതേപോലെ ആയിരിക്കില്ല നമ്മൾ മറ്റൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ ഹീറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അവിടെ എന്ത് സ്റ്റെറിലൈസേഷൻ യൂസ് ചെയ്യേണ്ടി വരും? കെമിക്കൽ ഏജൻസ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റെറിലൈസേഷൻ. സോ മെയിൻലി ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ട് ഹീറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയലിനെ സ്റ്റെറിലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കെമിക്കൽ ഏജൻസ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതാണ് കെമിക്കൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. കെമിക്കൽ ഏജൻസ് ഉപയോഗിച്ചിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്ത് ആ ഒബ്ജക്റ്റിനെ സ്റ്റെറിലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കെമിക്കൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. യൂഷ്വലി ഹീറ്റ് ഒന്നും ഒട്ടും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത ഹീറ്റ് താങ്ങാൻ പറ്റാത്ത മെറ്റീരിയൽസിന്റെ സ്റ്റെറിലൈസേഷൻ ആണ് നമ്മൾ കെമിക്കൽ ഏജൻസ് ഉപയോഗിക്കുന്നുണ്ടാവുക. ഓക്കെ, ദെൻ പിന്നെ ലിക്വിഡ് കെമിക്കൽ സ്റ്റെറിലൈസേഷൻസും ഉണ്ട്. നമ്മൾ ഗ്ലൂട്രാൽഡിഹൈഡ് ബട്ട് റൊട്ടീൻ ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ ഒന്നും ഗ്ലൂട്രാൽഡിഹൈഡ് ഒന്നും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഗ്യാഷസ് ആയിട്ടുള്ള കെമിക്കൽ സ്റ്റെറിലൈൻസ് ഉണ്ട്. അതാണ് മെയിൻലി നമ്മൾ ഫിസിക്കൽ മെത്തേഡ്സ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തവരിൽ നമ്മൾ കൊടുക്കുന്നത് ഗ്യാഷസ് ആയിരിക്കും കൂടുതലായിട്ടും. അതിനൊരു എക്സാമ്പിൾ ആണ് എത്ലീൻ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇതിൽ എത്ലീൻ ഓക്സൈഡ് എന്ന് പറയുന്നത് മെയിൻലി വർക്ക് ചെയ്യുന്നത് ആൽക്കൈലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴിയാണ്. എന്ന് വെച്ചാൽ ഇപ്പം മൈക്രോ ഓർഗാനിസത്തിന്റെ ബോഡിക്ക് അകത്തുള്ള പ്രോട്ടീൻസിൽ പ്രസന്റ് ആയിട്ടുള്ള ഹൈഡ്രജനെ റിമൂവ് ചെയ്തിട്ട് സംതിങ് ആൽക്കൈലേറ്റിംഗ് ഏജൻസ് അതിലേക്ക് കൊടുക്കുക. പ്രോട്ടീൻസിൽ ഓൾറെഡി ഉള്ള ഹൈഡ്രജനെ റിമൂവ് ചെയ്തിട്ട് ആ പൊസിഷനിലേക്ക് ആൽക്കൈൽ ഗ്രൂപ്പ്സിനെ കൊടുക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ന്യൂക്ലിക് ആസിഡ്സും പ്രോട്ടീൻസും ഒക്കെ ക്രോസ് ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ പ്രോട്ടീന്റെയും ന്യൂക്ലിക് ആസിഡിന്റെയും പ്രോപ്പർ ഫംഗ്ഷൻ നടക്കൂല. സോ ദാറ്റ് മൈക്രോ ഓർഗാനിസത്തിന് പ്രോട്ടീൻസും ന്യൂക്ലിക് ആസിഡ്സും ഉപയോഗിച്ചിട്ട് അവരുടെ ഡെയിലി പ്രോസസ്സസ് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് അവരെ ഡെത്ത് ആയിരിക്കും സംഭവിക്കുക. പിന്നെ എൻഡോസ്പോർസിന് അഗെയിൻസ്റ്റ് ഒക്കെ നമുക്ക് കൂടുതൽ ടൈം എത്ലീൻ ഓക്സൈഡ് നമ്മൾ എക്സ്പോസ്ഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈവൻ വളരെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റാത്ത മൈക്രോ ഓർഗാനിസത്തിന്റെ സ്ട്രക്ചർ ആണ് എൻഡോസ്പോർ എന്ന് പറയുന്നത്. അപ്പൊ എൻഡോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ കൂടുതൽ ടൈം എത്ലീൻ ഓക്സൈഡിനോട് എക്സ്പോസ്ഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊരു എക്സാമ്പിൾ ഓഫ് ഗ്യാഷ്യസ് കെമിക്കൽ സ്റ്റെറിലൈസേഷൻ ആണ് കേട്ടോ എത്ലീൻ ഓക്സൈഡ്. എത്ലീൻ ഓക്സൈഡ് എന്ന് പറയുന്നത് മെയിൻലി വർക്ക് ചെയ്യുന്നത് ബാക്ടീരിയയുടെ ബോഡിയിൽ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ബോഡിയിലുള്ള പ്രോട്ടീൻസിലും ന്യൂക്ലിക് ആസിഡ്സിലും ഹൈഡ്രജൻ റിമൂവ് ചെയ്തിട്ട് ആൽക്കൈലേറ്റിംഗ് ഏജൻസ് കൊടുക്കുക, ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉള്ള ഏജൻസ് കൊടുക്കുക.
ആ ചെയ്യുന്നത് വഴി പ്രോട്ടീൻസും ന്യൂക്ലിക് ആസിഡ്സും ക്രോസ് ലിങ്ക് ചെയ്ത് അവരുടെ നോർമൽ ഫംഗ്ഷൻ അവിടെ ഇൻഹിബിറ്റ് ആയി പോവാണ്. സോ ബാക്ടീരിയയ്ക്ക് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന് വേണ്ട കാര്യങ്ങൾ അവിടെ നടക്കാതെ അവരുടെ ഡെത്ത് സംഭവിക്കും. ഓക്കെ, അപ്പൊ അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. സോ എത്തിലീൻ ഓക്സൈഡ് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ പറ്റും, വളരെ എന്താ പറയുക റെസിസ്റ്റന്റ് ആയിട്ടുള്ള എൻഡോസ്പോർസിനെ കില്ല് ചെയ്യാൻ പറ്റും. പക്ഷെ കുറെ സമയം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതുമായിട്ട് എക്സ്പോസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെന്താണ്, ടോക്സിക് ആണ്. അതേപോലെ തന്നെ പ്യുവർ ഫോമിൽ എടുക്കുന്ന സമയത്ത് എക്സ്പ്ലോസീവ് ആയതുകൊണ്ട് ഇത് നമ്മൾ നോൺ ഇൻഫ്ലേമബിൾ, ഇങ്ങനെ കത്താത്ത ഗ്യാസ്, മീൻസ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറി വരാത്ത ഗ്യാസസ് ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുക. അതാണ് അതിന്റെ ഒരു ലിമിറ്റേഷൻ. കുറച്ച് ടോക്സിക്കും എക്സ്പ്ലോസീവും ആണ്, ഇങ്ങനെ കത്തിപ്പടരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഫ്ലേമബിൾ അല്ലാത്ത ഗ്യാസസുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ നമുക്ക് നന്നായിട്ട് റൂം ടെമ്പറേച്ചേഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റെറിലൈസിങ് ഏജന്റ് ആണ് എത്തിലീൻ ഓക്സൈഡ്. അതേപോലെ എക്സലന്റ് ആയിട്ടുള്ള പെനിട്രേഷൻ നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ, ഈ ഗ്യാസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, അത്യാവശ്യം ഉള്ളിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് അതിന് വർക്ക് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് നമുക്ക് മാട്രസസ് എന്നുവെച്ചാൽ വീട്ടിൽ യൂസ് ചെയ്യുന്ന ബെഡൊക്കെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ എത്തിലീൻ ഓക്സൈഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഗ്യാഷ്യസ് ആയിട്ടുള്ള കെമിക്കൽ സ്റ്റെറിലൈസേഷൻ എക്സാമ്പിൾ. അടുത്തതായിട്ട് വരുന്നതാണ് ക്ലോറിൻ ഡയോക്സൈഡ്. ഇത് ഒരു ഗ്യാഷ്യസ് ആയിട്ടുള്ളതാണ്, ഷോർട്ട് ലിവ്ഡ് ഗ്യാസ് ആണ്. അത് ശരിക്കും ഇത് നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഏരിയാസ്, ഇപ്പം നമ്മൾ അടച്ചു വെച്ചിട്ടുള്ള ഏരിയാസിൽ ആന്ത്രാക്സ് എന്ന് പറയുന്ന ഒരു മൈക്രോ ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻഡോസ്പോർസ് ഉണ്ട്. അപ്പൊ ഇത് ആക്ച്വലി ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഈ ആന്ത്രാക്സ് എൻഡോസ്പോർസ് ഉണ്ടാവും. അതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഫ്യൂമിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂഷ്വലി നമ്മൾ ക്ലോറിൻ ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഗ്യാസ് എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് അൺസ്റ്റേബിൾ ആണ്. പക്ഷെ നമ്മൾ അക്വ സൊല്യൂഷൻ ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആയിട്ട് മാറും. മെയിൻലി നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ടാവാം ക്ലോറിനേഷന് മുൻപായിട്ട്. നമ്മളിപ്പം വീട്ടിൽ ബ്ലീച്ചിങ് പൗഡേഴ്സ് ആഡ് ചെയ്യും. ഓക്കെ, ബ്ലീച്ചിങ് പൗഡേഴ്സ് അല്ലെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ വാട്ടർ ക്ലോറിനേഷൻ ചെയ്യാറുണ്ട് വീട്ടിൽ. അപ്പൊ ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും, വാട്ടർ മീൻസ് ജസ്റ്റ് നമ്മൾ ഈ ഒരു ക്ലോറിൻ ഡയോക്സൈഡ് കൊടുക്കും. ക്ലോറിൻ ഡയോക്സൈഡ് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ ക്ലോറിൻ, ഒന്നാമത്തത് മെയിൻലി ഇതാണ്, ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫസസ്, ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ആന്ത്രാക്സ് എൻഡോസ്പോർസ് ഉണ്ടാവും. ആ ആന്ത്രാക്സ് എൻഡോസ്പോർസിനെ നമുക്ക് ഫ്യൂമിഗേറ്റ് ചെയ്യാൻ, അവരെ ഡിസ്ട്രോയ് ചെയ്യാനാണ് ക്ലോറിൻ ഡയോക്സൈഡ് മെയിൻലി യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഫംഗ്ഷൻ ഓഫ് ക്ലോറിൻ ഡയോക്സൈഡ് എന്ന് പറയുന്നത്, നമ്മൾ വാട്ടർ ക്ലോറിനേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ക്ലോറിൻ ഡയോക്സൈഡ് വെച്ചിട്ട് വാട്ടറിനെ ട്രീറ്റ് ചെയ്യും. അത് എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ, ക്ലോറിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വാട്ടറിൽ കാർസിനോജനിക് ആയിട്ടുള്ള ബൈ പ്രോഡക്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് മുൻപ് ക്ലോറിൻ ഡയോക്സൈഡ് ഗ്യാസ് വെച്ചിട്ട് വാട്ടർ ഒന്ന് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് സെക്കൻഡ് പർപ്പസ് ഓഫ് ക്ലോറിൻ ഡയോക്സൈഡ്. എന്താണ്, ഒന്നാമത്തത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ ആന്ത്രാക്സ് എൻഡോസ്പോർസിനെ ഫ്യൂമിഗേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് വാട്ടർ ക്ലോറിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ആ ക്ലോറിനേഷന് വേണ്ടി ഉപയോഗിച്ച പ്രോഡക്ട്സ് കാർസിനോജനിക്, ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ അതിന് മുന്നായിട്ട് ക്ലോറിൻ ഡയോക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ ഒരു കാർസിനോജനിക് ബൈ പ്രോഡക്ട്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ആ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രീസിൽ നമ്മൾ മെയിൻലി ഇത് യൂസ് ചെയ്യുന്ന സർഫസ് ഡിസിൻഫെക്റ്റന്റ് ആയിട്ടാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഫുഡ് ഇപ്പം ഈ ഒരു കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് പ്രോബ്ലം ഉണ്ടാകാൻ പാടില്ല. ഫുഡ് ഇൻഡസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ മെയിൻലി ആ ഒരു ഫുഡിനൊന്നും സംഭവിക്കാൻ പാടില്ല. ഇതിപ്പോൾ ക്ലോറിൻ ഡയോക്സൈഡ് ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഡിസിൻഫെക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റോ സ്മെല്ലോ ഒന്നും നമ്മുടെ ഫുഡിന് ഉണ്ടാവുകയില്ല. സോ ഈസിലി നമുക്ക് ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യാം. ആൻഡ് ഇതിന് പറയുകയാണെങ്കിൽ ബ്രോഡ് സ്പെക്ട്രം ആക്ടിവിറ്റി ആണ്. എന്ന് വെച്ചാൽ ബാക്ടീരിയക്ക് എഗെയിൻസ്റ്റും വൈറസസിന് എഗെയിൻസ്റ്റും അത്രയും നമ്മൾ ഹൈ കോൺസെൻട്രേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റുകളും എൻഡോസ്പോറുകളും വരെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. സോ മെയിൻ യൂസസ് ഓഫ് ക്ലോറിൻ ഡയോക്സൈഡ്, ഒന്നാമത്തത് ആന്ത്രാക്സ് എൻഡോസ്പോർസ് ഫ്യൂമിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വാട്ടർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, ഫുഡ് വാട്ടർ ട്രീറ്റ്മെന്റ് ക്ലോറിനേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് കാർസിനോജനിക് ബൈ പ്രോഡക്ട്സിന്റെ ഫോർമേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസിൽ സർഫസ് ഡിസിൻഫെക്റ്റന്റ് ആയിട്ടാണ്. ഓക്കെ, അടുത്തതായിട്ട് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ് ആണ്. എന്താണ് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്? ഇപ്പൊ നമ്മള് കാർബൺ ഡയോക്സൈഡിനെ, ഒരു മിനിറ്റ്, ഓക്കെ, നമ്മളിപ്പോൾ കാർബൺ ഡയോക്സൈഡ് ഗ്യാസിന് വെരി ഹൈ പ്രഷറും മോഡറേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറും കൊടുക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്ന വെച്ചാൽ ലിക്വിഡ് ആയിട്ടും ഗ്യാസ് ആയിട്ടും അതിന് ബിഹേവ് ചെയ്യാൻ പറ്റും.
എന്താണ് കാർബൺ ഡയോക്സൈഡ് ആക്ച്വലി ഒരു ഗ്യാസ് ആണ്. പക്ഷെ നമ്മൾ വളരെ ഹൈ ടെമ്പറേച്ചറും ഒരു മോഡറേറ്റ് ഹൈ പ്രഷറും മോഡറേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറും കൊടുക്കുമ്പോൾ ആ കാർബൺ ഡയോക്സൈഡിന്റെ ബിഹേവിയർ എന്തിലേക്ക് പോകും? ലിക്വിഡ് ആയിട്ടും ഗ്യാസ് ആയിട്ടും രണ്ട് രീതിക്കും ബിഹേവ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി അതിന് കൊടുക്കും. ഈ ഒരു സ്റ്റേറ്റിന് ഇതിനെന്തായിരിക്കും? നല്ല രീതിക്ക് ഒരു ഗ്യാസിന്റെ പവർ ഉണ്ടാവും. ഡിഫ്യൂസ് ചെയ്യുക, ഗ്യാസിന്റെ ആ ഒരു ഡിഫ്യൂസബിലിറ്റി പവറും ഉണ്ടാവും. അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ഡിഫ്യൂസബിലിറ്റി പവർ എന്ന് പറഞ്ഞാൽ അതിന് ഒരു മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ ഉൾഭാഗത്തേക്ക് ഡീപ്പ് ആയിട്ട് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയും കിട്ടും. അതേപോലെ തന്നെ ഹൈ സോൾവെന്റ് പവറും കിട്ടും. എന്ന് വെച്ചാൽ ലിക്വിഡിന്റെ ആ ഒരു പവർ എന്ന് വെച്ചാൽ ചില സെല്ലുലാർ കമ്പോണൻസിലൊക്കെ പോയിട്ട് ലിക്വിഡ് ഡിസോൾവ് ആവുന്ന ആ ഒരു പവറും കിട്ടും. എന്ന് വെച്ചാൽ കാർബൺ ഡയോക്സൈഡിനെ വെരി ഹൈ പ്രഷറിലും മോഡറേറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബോത്ത് ലിക്വിഡ് ക്യാരക്ടറിസ്റ്റിക്സും ഗ്യാസ് ക്യാരക്ടറിസ്റ്റിക്കും കിട്ടും. ഗ്യാസിനെ പോലെ ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ഡിഫ്യൂസ് ചെയ്ത് പെനിട്രേറ്റ് ചെയ്ത് അകത്തേക്ക് പോകാൻ പറ്റും. ലിക്വിഡിനെ പോലെ പല സെല്ലുലാർ കമ്പോണൻസിനെ ഡിസോൾവ് ചെയ്യാനുള്ള സോൾവെന്റ് പവറും കിട്ടും. അതിനെയാണ് നമ്മൾ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡയോക്സൈഡിനെ നമുക്ക് സ്റ്റെറിലൈസേഷന് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞു, ഒന്നാമത്തത് അതിന് ഗ്യാസ് പ്രോപ്പർട്ടി ഉണ്ട്, ലിക്വിഡ് പ്രോപ്പർട്ടി ഉണ്ട്. അതിന്റെ ഗ്യാസ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് അത് എന്ത് ചെയ്യും? മൈക്രോബിയൽ സെല്ലിനകത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും ഗ്യാസിന്റെ ഡിഫ്യൂസബിലിറ്റി കാരണം. രണ്ടാമത്തത് ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ആ മൈക്രോ ഓർഗാനിസത്തിന്റെ സെൽ മെംബ്രെയിൻസിനെയും സൈറ്റോപ്ലാസ്റ്റിനെയും, കാരണം അതിന് ലിക്വിഡ് പ്രോപ്പർട്ടി ഉണ്ട്, ആ ലിക്വിഡ് പ്രോപ്പർട്ടി വെച്ചിട്ട് സെല്ലിനകത്തുള്ള സെൽ മെംബ്രെയിൻസിനെയും സൈറ്റോപ്ലാസത്തിനെയും ഡിസോൾവ് ചെയ്ത് അതിനെ മീൻസ് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്ത് ചെയ്യാൻ പറ്റും? സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡയോക്സൈഡിന് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അതിന് ബോത്ത് ഗ്യാസിന്റെ ഡിഫ്യൂസബിലിറ്റി ഉണ്ട്, ലിക്വിഡിന്റെ ആ പറഞ്ഞ ഡിസോൾവിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. സോ ദാറ്റ് അതിന്റെ ഗ്യാസ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് അത് സെല്ലിനകത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകും. സെല്ലിനകത്ത് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ലിക്വിഡ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് അത് സെല്ലിന്റെ ഉള്ളിൽ പോയിട്ട് മെംബ്രെയിന്റെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെടുത്തും, മെംബ്രെയിന്റെ പെർമിയബിലിറ്റി കൂട്ടും. അവിടെ അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന വഴി ആ ഒരു മെംബ്രെയിൻ ഓൾമോസ്റ്റ് ലീക്കി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മൈക്രോ ഓർഗാനിസത്തിന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പല കമ്പോണൻസും പുറത്തേക്ക് ലീക്ക് ഔട്ട് ചെയ്ത് അവരുടെ ഡെത്ത് സംഭവിക്കും. സെക്കൻഡ് ആയിട്ട് ചെയ്യുന്ന കാര്യം, വൺസ് ഇൻസൈഡ് ദ സെൽ അവർ കാർബോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് ഉള്ളിൽ ഫോം ചെയ്യും, കാർബോണിക് ആസിഡ്. സോ കാർബോണിക് ആസിഡ് ഒരു ബാക്ടീരിയയുടെ ബോഡിയുടെ ഉള്ളിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള pH ഓട്ടോമാറ്റിക്കലി കുറയും. ആ pH കുറയുന്ന സമയത്ത് ബാക്ടീരിയന്റെ ബോഡിയിൽ പല എൻസൈംസിനും വർക്ക് ചെയ്യണമെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു pH ഉണ്ടാവും. അപ്പൊ pH അവിടെ കുറയുന്നത് വഴി പല എൻസൈംസും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല, മെറ്റബോളിക് പ്രോസസ്സസ് ഒന്നും നടക്കില്ല, ഓൾമോസ്റ്റ് ആ ഒരു മൈക്രോ ഓർഗാനിസം ഡെത്ത് സംഭവിക്കും. ഓക്കെ, അതേപോലെ തന്നെ പ്രഷർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇതിൽ പ്രഷർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഒരു സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡയോക്സൈഡ് ഫോർമേഷന് വേണ്ടി നമ്മൾ പ്രഷർ ചേഞ്ച് ചെയ്യും. അവിടെ പ്രഷർ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ മെക്കാനിക്കൽ സ്ട്രെസ് വന്നിട്ട് സെല്ല് മൊത്തത്തിൽ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഡാമേജ് ആവാനും ചാൻസ് ഉണ്ട്. സോ മൊത്തത്തിൽ ഈ ഒരു കെമിക്കൽ ഫിസിക്കൽ ആക്ഷൻ വഴി സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡയോക്സൈഡ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് വെജിറ്റേറ്റീവ് മൈക്രോ ഓർഗാനിസത്തിനെയും ഈവൻ എൻഡോസ്പോർസിനെയും നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ യൂസ് ചെയ്യാം. സോ ഇതാണ് സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡയോക്സൈഡിന്റെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്താണ്? ഒന്നുമില്ല, കാർബൺ ഡയോക്സൈഡ് നമ്മൾ ഹൈ പ്രഷറും മോഡറേറ്റ് ടെമ്പറേച്ചറും കൊടുക്കുമ്പോൾ അത് ബോത്ത് ഗ്യാഷ്യസും ലിക്വിഡ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഗ്യാഷ്യസ് പ്രോപ്പർട്ടി വഴി അത് പെനിട്രേറ്റ് ചെയ്ത് സെല്ലിന്റെ ഉള്ളിൽ പോകും. ലിക്വിഡ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് സെല്ലിന്റെ ഉള്ളിലുള്ള എല്ലാ കമ്പോണൻസിനെയും അത് ഡിസോൾവ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യിപ്പിക്കും. ആൻഡ് ഓൾസോ കാർബോണിക് ആസിഡ് ഫോം ചെയ്തിട്ട് pH ഉള്ളിൽ കുറച്ച് എൻസൈംസിന്റെ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. ഓക്കെ, അടുത്തതായിട്ട് പറയുന്നതാണ് പെറോക്സിജൻസ് ആൻഡ് അതർ ഫോംസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ പല ഫോംസ് ആണ്. പെറോക്സിജൻ എന്ന് പറയുന്നതെല്ലാം ഓക്സിഡൈസിങ് ഏജന്റ്സ് ആണ്. ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്, പെറോക്സിജൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡും പാരാഅസറ്റിക് ആസിഡും. ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ യൂഷ്വലി ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മളെ കാലിനൊക്കെ കാലിന്റെ ഈ നഖത്തിന്റെ അവിടെയായിട്ട് ചില ഇൻഫെക്ഷൻസ് വരും. അപ്പൊ നമ്മൾ ഡയറക്ട്ലി നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ബോട്ടിൽസിലുള്ളതാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുക, കാരണം അതിന് വലിയൊരു ഓക്സിഡൈസിങ് കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, പെറോക്സിജൻസും അതേപോലെ തന്നെ പാരാസറ്റിക് ആസിഡ് എന്ന് വെച്ചാൽ ഈ പെറോക്സിജൻസിന് എക്സാമ്പിൾസ് ആണ് ഹൈഡ്രജൻ പെറോക്സൈഡും പാരാസറ്റിക് ആസിഡും. ഇവരുടെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓക്സിഡൈസിങ് ഏജന്റ്സ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഒരു ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാ ഒരു ഓക്സിജൻ എന്ന് പറയുന്നത് O2 നമുക്ക് വളരെ അത്യാവശ്യമാണ് അല്ലെ. ഓക്സിജൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ അത്യാവശ്യമാണ്, നമുക്ക് ഒരു ഹാർംഫുൾ ആയിട്ടുള്ള സാധനമല്ല. എന്നാൽ ഈ ഓക്സിജൻ
റിയാക്റ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ സ്പീഷീസ് ആയിട്ട് മാറുക. എന്ന് വെച്ചാൽ ഓക്സിജൻ റാഡിക്കൽ ആയിട്ടും അതേപോലെ തന്നെ ഓക്സിജൻ OH മൈനസ് ആയിട്ട് എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ പെറോക്സ് ഈ ഹൈഡ്രോക്സിൽ റാഡിക്കൽസ് ആയിട്ടും സൂപ്പർ ഓക്സൈഡ് ആനയോൺസ് ഒക്കെ ആയിട്ട് അവർ ബിഹേവ് ചെയ്യും. എന്നുവെച്ചാൽ നോർമൽ ആയിട്ടുള്ള മോളിക്കുലാർ ഓക്സിജൻ മാറിയിട്ട് റിയാക്റ്റീവ് ആയിട്ടുള്ള റാഡിക്കൽസ് ഒക്കെ ആയിട്ട് മാറും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്രയും ഹാർംഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വേറെ ഇല്ല. എന്ന് വെച്ചാൽ അത്രയും ഹാർംഫുൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ സ്പീഷീസ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് പെറോക്സിജൻസ് ആയിട്ടുള്ള ഹൈഡ്രജൻ പെറോക്സൈഡും പാരാഅസറ്റിക് ആസിഡും എങ്ങനെയാണ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നത് നോക്കാം. സോ വൺസ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡും പാരാഅസറ്റിക് ആസിഡും ഒക്കെ ഒരു സർഫസ് മൈക്രോബിന്റെ സർഫസുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓക്സിജനെ കൺവേർട്ട് ചെയ്ത് ഇതേപോലെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആയിട്ടുള്ള ഹൈഡ്രോക്സിൽ റാഡിക്കൽസും സൂപ്പർ അയോൺ റാഡിക്കൽസും ഒക്കെ ആയിട്ട് മാറ്റും. ഓക്കെ, സൂപ്പർ ഓക്സൈഡ് റാഡിക്കൽസ് ഒക്കെ ആക്കി മാറ്റും. സോ ഇത്തരത്തിൽ ഓക്സിജന്റെ റിയാക്റ്റീവ് സ്പീഷീസ് ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കോമ്പൗണ്ട്സിന് റിയാക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിന് സെൽ മെംബ്രെയിൻസിൽ പ്രസന്റ് ആയിട്ടുള്ള ലിപ്പിഡ് പെറോക്സിഡേഷൻ നടത്തും. വെച്ചാൽ ലിപ്പിഡ്സിന്റെ പെറോക്സിഡേഷൻ നടത്തിയിട്ട് മൊത്തത്തിൽ ആ സെൽ മെംബ്രെയിൻ, നമുക്കറിയാം സെൽ മെംബ്രെയിൻസ് മോസ്റ്റ്ലി ലിപ്പിഡ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്നാമതായിട്ട് ഇവർ ചെയ്യുന്നത് ലിപ്പിഡ് പെറോക്സിഡേഷൻ ആണ്. പിന്നെ പ്രോട്ടീൻസിന്റെയും എൻസൈംസിന്റെയും ഒക്കെ ഡീനാച്ചുറേഷൻ നടത്തി അവരെ കംപ്ലീറ്റ്ലി ഇനാക്ടിവേറ്റ് ആക്കും. പിന്നെ ബാക്ടീരിയയുടെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ന്യൂക്ലിക് ആസിഡ്സിലൊക്കെ സ്ട്രക്ചറൽ ഡാമേജസ് വന്നിട്ട് റെപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യും. മൊത്തത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് സെൽ ഡെത്ത് നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു നമുക്ക് ബോഡിയിൽ തന്നെ നമുക്കറിയാം സെൽ മെംബ്രെയിൻ അത്രയും നല്ല ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം, സെൽ മെംബ്രെയിൻ പെർമിബിലിറ്റി ഒക്കെ ഇതാക്കി സെൽ മെംബ്രെയിൻ പ്രോപ്പർ ആയിരിക്കണം. പ്രോട്ടീൻസും എൻസൈംസും വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ബോഡിയിൽ. പ്രോട്ടീൻസിന് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്, എൻസൈംസ് ആണ് ഒരുപാട് റിയാക്ഷൻസ് ബോഡിയിൽ നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ജനറ്റിക് മെറ്റീരിയൽ കമ്പണൻസ് ആയിട്ടുള്ള DNA ആൻഡ് RNA, ഇതൊന്നും ഇല്ലാതെ നമുക്കൊരു പ്രോപ്പർ സർവൈവൽ പോസിബിൾ അല്ല. അതേപോലെ തന്നെയാണ് മൈക്രോ ഓർഗാനിസത്തിനും. അവരുടെ സെൽ മെംബ്രെയിൻ നഷ്ടപ്പെടുക, പ്രോട്ടീൻസും എൻസൈംസും ഡിസ്ട്രോയിഡ് ആയി പോവുക, ന്യൂക്ലിക് ആസിഡ്സിന് ഡിസ്ട്രക്ഷൻ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയക്ക് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന് പിന്നെ ലിവ് ചെയ്യാൻ പറ്റൂല. സോ ഇതാണ് റിയാക്റ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ സ്പീഷീസ് ഫോം ചെയ്താൽ അവർ ചെയ്യുന്ന കാര്യം. ഓക്കെ, സോ നമ്മളിപ്പോ ഹൈഡ്രജൻ പെറോക്സൈഡും പാരാഅസറ്റിക് ആസിഡും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോബിയൽ സർഫസ് ആയിട്ട് കോണ്ടാക്ട് വരുമ്പം അവർ ഓക്സിജനെ റിയാക്റ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ സ്പീഷീസ് ആക്കും. ഈ റിയാക്റ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ സ്പീഷീസ് സെൽ മെംബ്രെയിൻ ഡാമേജ് ചെയ്തുകൊണ്ടും പ്രോട്ടീനും എൻസൈംസിനെ ഡാമേജ് ചെയ്തുകൊണ്ടും ന്യൂക്ലിക് ആസിഡ്സിനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടുമാണ് ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇത്രയും ഹാർംഫുൾ ആയിട്ടുള്ള ഒരു കമ്പണന്റ് ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്, നമുക്ക് മനസ്സിലായി. പക്ഷേ വൺസ് നമ്മുടെ ബോഡി എന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ടിഷ്യൂ ആയിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കാറ്റലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. കാറ്റലീസ്. ഈ കാറ്റലൈസ് എന്ന് പറയുന്ന എൻസൈം ഹൈഡ്രജൻ പെറോക്സൈഡിനെ പെട്ടെന്ന് തന്നെ വാട്ടറും ഓക്സിജനും ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. നമുക്കറിയാം വാട്ടറും ഓക്സിജനും നമ്മളെ ബോഡിക്ക് ഒരു ഹാർംഫുൾനെസ്സും ഉണ്ടാക്കുന്ന ഒരു കോമ്പൗണ്ട് അല്ല. സോ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ടോക്സിസിറ്റി നമ്മളെ ബോഡിക്ക് ഉണ്ടാവില്ല. ഓൺലി മൈക്രോ ഓർഗാനിസത്തിനെ മാത്രമേ അത് എഫക്ട് ചെയ്യുള്ളൂ. നമ്മളെ ബോഡി ആയിട്ട്, അതുകൊണ്ട് നമുക്ക് സേഫ് ആയിട്ട് നമ്മളെ ബോഡിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ടോ സ്റ്റെറിലൈസിങ് ഏജന്റ് ആയിട്ടോ നമ്മളെ ബോഡിയിൽ ഇത് ഉപയോഗിക്കാം. കാരണം ഹൈഡ്രജൻ പെറോക്സൈഡ് മൈക്രോബിയൽ സർഫസിൽ എത്തുമ്പോഴാണ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉണ്ടാക്കി അവരെ കില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മളെ ബോഡി ആയിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ കാറ്റലൈസ് എൻസൈമിന്റെ ഹെൽപ്പോട് കൂടി ഹൈഡ്രജൻ പെറോക്സൈഡ് ഒട്ടും ടോക്സിക് അല്ലാത്ത അല്ലെ ഒട്ടും ഹാർംഫുൾനെസ് ഇല്ലാത്ത ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള വാട്ടർ ആൻഡ് ഓക്സിജൻ ആയിട്ട് മാറും. സോ നമുക്ക് നല്ല എന്താ പറയാ ഫുഡ് പാക്കേജിങ്ങിന് വേണ്ടിയിട്ടും നമ്മുടെ കോണ്ടാക്ട് ലെൻസ് ഡിസ്ഇൻഫെക്ഷൻ, അപ്പൊ നമുക്ക് നല്ല എന്താ പറയാ സേഫ് ആയിട്ട് നമ്മളെ ബോഡിയിൽ യൂസ് ചെയ്യാം. അടുത്തതായിട്ട് പറയുന്നത് പാരാസറ്റിക് ആസിഡ് ആണ്. സെയിം ഫംഗ്ഷൻ തന്നെയാണ് പാരാസറ്റിക് ആസിഡിന്. അതിന്റെ ഒരു മെയിൻ പ്രോപ്പർട്ടി സ്പോറിസൈഡ് ഫംഗ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് നല്ല രീതിക്ക് സ്പോർട്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, മെയിൻലി ഇതേപോലെ തന്നെ ഫുഡ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടും മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ സ്റ്റെറിലൈസേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റ് കുറച്ച് ഓക്സിഡൈസിങ് ഏജന്റ്സ് ആയിട്ടുള്ളതാണ് ബെൻസോയിൽ പെറോക്സൈഡും ഓസോണും. നമ്മൾ മോസ്റ്റ്ലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓസോൺ വാട്ടർ ട്രീറ്റ്മെന്റ് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓസോൺ ട്രീറ്റ്മെന്റ്. ഇതിന്റെ എല്ലാം ഫംഗ്ഷൻ ഇത് തന്നെയാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ആക്ടിവിറ്റി ആണ് ഇവർക്കുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരെ യൂസ് ചെയ്യുന്നത്.
ഓക്കെ. നെക്സ്റ്റ് ആയിട്ടുള്ളതാണ് സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്. നമ്മൾ വീട്ടിലൊക്കെ പുറത്തൊക്കെ പോയിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയും നന്നായിട്ട് കൈയും കാലും ഒക്കെ സോപ്പിട്ട് കഴുകുക. ഓക്കെ. അതെന്തുകൊണ്ടാണ് നമ്മൾ പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും കൈൻഡ് ഓഫ് മൈക്രോ ഓർഗാനിസം നമ്മളെ ബോഡിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് എന്തായാലും നമ്മളിപ്പം ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നതാണ്, പല ടൈപ്പ് ഓഫ് ബാക്ടീരിയാസും ഫംഗസ് നമ്മളെ ബോഡിയിൽ എത്താൻ ചാൻസ് ഉണ്ട്. സോ വീട്ടിൽ വന്ന് നന്നായിട്ട് കൈയെല്ലാം കഴുകിയിട്ട് നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കുള്ളൂ. സോ സോപ്സ് ആൻഡ് ഡിറ്റർജൻസിനും എന്ത് ആക്ടിവിറ്റി ഉണ്ട്? സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ ആക്ടിവിറ്റി ഉണ്ട്. സോ എന്താണ് ഇവർ ചെയ്യുന്നത്? ഫിസിക്കൽ റിമൂവൽ ആണ്. റാദർ ദാൻ ഡയറക്ട്ലി അവർ കില്ല് ചെയ്യല്ല ചെയ്യുന്നത്, അവർ ഫിസിക്കലി നമ്മുടെ ബോഡിയിൽ നിന്ന് മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. മെയിൻലി സ്ട്രെപ്റ്റോകോക്കസ്, മൈക്രോകോക്കസ്, ദെൻ നെയ്സീരിയ, അതിനൊക്കെയാണ് മെയിൻലി ഇൻഫ്ലുവൻസ വൈറസിനൊക്കെയാണ് അവർക്ക് മെയിൻ ആയിട്ട് ഇതുള്ളത്. ആൻഡ് നമ്മളിപ്പോ നോക്കുകയാണെങ്കിലും മെയിൻ ആക്ഷൻ ഓഫ് സോപ്പിംഗ് ഞാൻ പറഞ്ഞു ഫിസിക്കൽ റിമൂവൽ ആണ്. സോപ്സിന് പല ബാക്ടീരിയാസിനൊക്കെ കില്ല് ചെയ്യാൻ പറ്റും. പക്ഷെ ചില പാത്തജൻസ് ആയിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസ്, മൈക്രോകോക്കസ് ഒക്കെ എന്ത് ചെയ്യും? സർവൈവ് ചെയ്യാം. നമ്മൾ സോപ്പ് വെച്ച് വാഷ് ചെയ്താലും സർവൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവർക്ക് അഡീഷണൽ ആയിട്ട് ആൽക്കഹോൾ ഒക്കെ വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതല്ലാതെ ബാക്കിയുള്ളവരെ നമുക്ക് ഇവരെ ആക്ച്വലി സോപ്സും ഡിറ്റർജന്റും ഒരു മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യല്ല ചെയ്യുന്നത്, പകരം ഫിസിക്കലി നമ്മളെ ബോഡിയിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. സോപ്സിനെയും ഡിറ്റർജൻസിനും നമ്മൾ ആക്ച്വലി സർഫസ് ആക്റ്റീവ് ഏജൻസ് എന്നാ പറയാ, അല്ലെങ്കിൽ സർഫാക്ടൻസ് എന്നാ പറയുന്നുണ്ടാവാം. കാരണം അവര് ഇതിന് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് സർഫസ് ആക്റ്റീവ് ഏജൻസ് എന്ന് പറയാനുള്ള കാര്യം, ഇവര് വാട്ടറിന്റെ സർഫസ് ടെൻഷൻ കുറയ്ക്കും. ഓക്കെ, വാട്ടറിന്റെ സർഫസ് ടെൻഷൻ കുറച്ചിട്ട് വാട്ടറിനെ നല്ല രീതിക്ക് ഒന്നും കൂടി സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ഈവൻ സ്മോളർ ഏരിയാസിൽ വരെ, ജസ്റ്റ് കുഞ്ഞു സർവീസസിൽ വരെ വാട്ടർ എൻറ്റർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതാണ് മെയിൻ പർപ്പസ് ഓഫ് സോപ്പ് എന്ന് പറയുന്നത്. വാട്ടറിന്റെ സർഫസ് ടെൻഷൻ കൂടിയിട്ട് വാട്ടറിനെ നല്ല രീതിക്ക് സ്പ്രെഡ് ചെയ്യിപ്പിച്ച് ഈവൻ സ്മോളർ ഏരിയാസിൽ വരെ പെനിട്രേറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ. ആൻഡ് സോപ്സിന് നമ്മൾ നോക്കുമ്പോൾ അവർക്കൊരു ഹൈഡ്രോഫോബിക് ടെയിൽ ഉണ്ട്. ഹൈഡ്രോഫോബിക് ടെയിലിന്റെ എന്താണ്? ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ വാട്ടറിനോട് വലിയ അട്രാക്ഷൻ ഉണ്ടാവില്ല. വാട്ടറിനോട് അട്രാക്ഷൻ അല്ലെങ്കിൽ വാട്ടറിനോട് കോണ്ടാക്ട് ഇല്ലാത്ത സോപ്പിന്റെ റീജിയനെയാണ് നമ്മൾ ഹൈഡ്രോഫോബിക് ടെയിൽ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഹൈഡ്രോഫിലിക് ടെയിൽ എന്ന് പറഞ്ഞാലോ വാട്ടറായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. സോ ഹൈഡ്രോഫോബിക് ടെയിൽ ഉപയോഗിച്ചിട്ട് അവര് ഓയില്, ഗ്രീസ്, ഡേർട്ട്, മൈക്രോ ഓർഗാനിസത്തിനൊക്കെ ട്രാപ്പ് ചെയ്യും. ഓക്കെ. ഒരു സോപ്പ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈഡ്രോഫോബിക് എൻഡും ഒരു ഹൈഡ്രോഫിലിക് എൻഡും ഉണ്ട്. ഇതിപ്പോ ഹൈഡ്രോഫോബിക് എൻഡ് ആണെന്നുണ്ടെങ്കിൽ അവര് ഈ പറഞ്ഞ ഓയിൽ, ഗ്രീസ്, ഡേർട്ട്, വാട്ടർ അല്ലാത്ത മൈക്രോ ഓർഗാനിസത്തിലേക്കൊക്കെ ഫേസ് ചെയ്ത് അവരെ ബൈൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നുണ്ടാവാം. ഹൈഡ്രോഫിലിക് എൻഡോ വാട്ടറുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കും. അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചർ, മിസെല്ലെ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അവർ ഫോം ചെയ്യും. ഇതേപോലെ ഇരിക്കുന്ന മിസെല്ലെ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അവർ ഫോം ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ്. ആ മിസെല്ലെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഹൈഡ്രോഫോബിക് പാർട്ട് മൈക്രോ ഓർഗാനിസത്തിലേക്കും ഡസ്റ്റ്, ഡേർട്ട് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഫേസ് ചെയ്തിട്ടും ഹൈഡ്രോഫിലിക് പാർട്ട് വാട്ടറിലേക്ക് ഫേസ് ചെയ്തിട്ടുമാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെ ഒരു മിസെല്ലെ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് വഴി അവർ ഡേർട്ടിനെയും മൈക്രോ ഓർഗാനിസത്തിനെയും ഒക്കെ ട്രാപ്പ് ചെയ്ത് വാഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യും. സോ ദാറ്റ് ഫിസിക്കലി ബോഡിയിൽ നിന്ന് അതിനെ അങ്ങ് റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലെ, കില്ല് ചെയ്യല്ല ചെയ്യുന്ന, പകരം ഫിസിക്കലി ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാണ് സോപ്പ് ആൻഡ് ഡിറ്റർജൻസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ, അതാണ് സോപ്പിന്റെ മെയിൻ. ഇനി ഡിറ്റർജൻസും ഇതേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ അവര് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആക്ഷൻ ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുന്നത് കാറ്റയോണിക് ഡിറ്റർജൻസ്. അതിന് എക്സാമ്പിൾ ആണ് ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഈ കാറ്റയോണിക് ഡിറ്റർജൻസിന് ഒരു ചാർജ് ഉണ്ട്, ദാറ്റ് ഈസ് പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് ആണ്. നമുക്കറിയാം ബാക്ടീരിയൽ സർഫസ് എന്താണ്? നെഗറ്റീവ്ലി ചാർജ് ആണ്. സോ ആ ബാക്ടീരിയൽ സർഫസ് നെഗറ്റീവ് ചാർജും, ഇത് ബാക്ടീരിയൽ സർഫസ് ആണ്, ഇവിടെ നെഗറ്റീവ് ചാർജ് ആണെന്ന് വിചാരിക്കാം. നെഗറ്റീവ് ചാർജ് ആണ്, ദെൻ നമ്മുടെ ഡിറ്റർജന്റിന് പോസിറ്റീവ് ചാർജും ആണ്. സോ ഈസിലി ഡിറ്റർജന്റിന് ബാക്ടീരിയൽ സർഫസുമായിട്ട് നല്ല രീതിക്ക് സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ബൈൻഡ് ചെയ്തിട്ട് ഈ ഡിറ്റർജൻസ് സെയിം നേരത്തെ പറഞ്ഞ സെയിം ആക്ഷൻ വെച്ചിട്ട് ഇവരെ കില്ല് ചെയ്യായിരിക്കും ചെയ്യുക. അവർക്ക് കുറച്ചും കൂടെ കില്ലിംഗ് കപ്പാസിറ്റി ഉണ്ട്. റാദർ ദാൻ ഫിസിക്കൽ റിമൂവൽ അല്ലാതെ ആ ഡിറ്റർജൻസിൽ ഉപയോഗിച്ചിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് ഇവർക്ക് കില്ല് ചെയ്യാൻ പറ്റും. ആനയോണിക് ഡിറ്റർജൻസ് ആണെങ്കിൽ ആനയോണിക് ഡിറ്റർജൻസിന് നെഗറ്റീവ് ചാർജ് ആണുള്ളത്. അവർ മെയിൻലി ക്ലീനിങ് ഏജൻസ് ആയിട്ടാണ്. സ്ട്രോങ് ഡിസിൻഫെക്റ്റന്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കുറച്ചും കൂടി നമ്മൾ ക്ലീനിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുള്ളൂ. കാരണം ബാക്ടീരിയക്ക് ഓൾറെഡി നെഗറ്റീവ് ചാർജ് ആണ്. പിന്നെ ആനിയോണിക് ഡിറ്റർജന്റിന് നെഗറ്റീവ് ചാർജ് ആകുമ്പോൾ ഇവർ തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവുക. അപ്പൊ നമുക്ക് ക്ലീനിങ് പർപ്പസിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് ബാക്ടീരിയനെ റിമൂവൽ ഒക്കെ അത്രയ്ക്ക് പോസിബിൾ അല്ല ഇത് ഉപയോഗിച്ചിട്ട്. അപ്പൊ ഇതാണ് സോപ്സിനെയും ഡിറ്റർജൻസിനെയും കുറിച്ച് പറയാനുള്ളത്.
സോപ്പ് ആൻഡ് ഡിറ്റർജൻസ് എന്ന് പറഞ്ഞാൽ അവർ മെയിൻലി ഫിസിക്കലി ഉള്ളൊരു റിമൂവൽ ആണ്. നമ്മുടെ ബോഡിയിൽ നിന്ന് ഫിസിക്കലി മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. റാദർ ദാൻ ഡയറക്റ്റ് കില്ലിങ്ങിന് പകരം ഫിസിക്കൽ റിമൂവൽ ആണ് അവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അവർക്ക് മെയിൻലി ഒരുപാട് മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സ്ട്രെപ്റ്റോകോക്കസ്, മൈക്രോകോക്കസ്, നെയ്സീരിയ അവരൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇൻഫ്ലുവൻസ വൈറസിനെയൊക്കെ അവർക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. സോ മെയിൻ പർപ്പസ് ഓഫ് സോപ്പ് എന്ന് പറയുന്നത് അവർ വാട്ടറിന്റെ സർഫസ് ഏരിയ കുറച്ചിട്ട് വാട്ടറിനെ കുറച്ചും കൂടെ സ്പ്രെഡ് ചെയ്യിപ്പിക്കും. അപ്പൊ കുറച്ചും കൂടെ എല്ലാ ഏരിയാസിലും വാട്ടറിനെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ സോപ്പിന് ഒരു ഹൈഡ്രോഫോബിക് പാർട്ട് ഉണ്ട്, ഒരു ഹൈഡ്രോഫിലിക് പാർട്ട് ഉണ്ട്. ഹൈഡ്രോഫോബിക് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓയിൽ, ഗ്രീസ്, ഡേർട്ട്, മൈക്രോ ഓർഗാനിസത്തിനെ ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന പാർട്ടാണ്. ഹൈഡ്രോഫിലിക് പാർട്ട് എന്ന് പറഞ്ഞാൽ വാട്ടറിനെ ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന പാർട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഹൈഡ്രോഫോബിക് ഉപയോഗിച്ചിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ ട്രാപ്പ് ചെയ്യും, ഹൈഡ്രോഫിലിക് ഉപയോഗിച്ചിട്ട് വാട്ടറിനെയും ട്രാപ്പ് ചെയ്യുന്നത് വഴി ഇവരൊരു മിസലേ സ്ട്രക്ചർ ഫോം ചെയ്യും. ആ മിസലേ സ്ട്രക്ചർ ആണ് കംപ്ലീറ്റ് ആയിട്ട് മൈക്രോബ്സിനൊക്കെ വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഡിറ്റർജൻസിൽ നമുക്ക് കാറ്റയോണിക്കും ആനിയോണിക്കും ഉണ്ട്. മെയിൻലി കാറ്റയോണിക് ആണ്, പോസിറ്റീവ് ചാർജ് ഉള്ളതാണ് കുറച്ചും കൂടി എഫക്റ്റീവ്. ഓക്കെ, അടുത്തതായിട്ട് വരുന്നതാണ് ആസിഡ് ആൻഡ് ആൽക്കലി. നമ്മളിപ്പോ സോപ്പ് പറഞ്ഞില്ലേ, സോപ്പ് ഒരു മൈൽഡ് ആൽക്കലി ആണ്. എന്ന് വെച്ചാൽ ഒരു ബേസിക് നേച്ചർ ആണ് ആക്ച്വലി സോപ്പിനുള്ളത്. ഓക്കെ, അപ്പം സോപ്പിന്റെ ഒരു മൈൽഡ് ആൽക്കലി ആണ്. യൂഷ്വലി സോഡിയം അല്ലെങ്കിൽ പൊട്ടാഷ്യം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്സ് എന്നാണ് നമ്മൾ പറയുന്നുണ്ടാവാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോപ്പിന് ഹൈഡ്രോഫിലിക് പാർട്ടും ഹൈഡ്രോഫോബിക് പാർട്ടും ഉണ്ട്. ഹൈഡ്രോഫോബിക് പാർട്ട് മെയിൻലി നമ്മുടെ മൈക്രോ ഓർഗാനിസത്തിലേക്ക് ഫേസ് ചെയ്ത് മൈക്രോ ഓർഗാനിസത്തിനെ ബൈൻഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ മൈക്രോ ഓർഗാനിസത്തിനെ ബൈൻഡ് ചെയ്യുന്ന വെച്ചാൽ അവരുടെ ലിപ്പിഡ് മെംബ്രെയിൻസിലൊക്കെ ആയിരിക്കും ബൈൻഡ് ചെയ്യുന്നുണ്ടാവാം. ആൻഡ് ഈ ഒരു ആൽക്കലൈൻ നേച്ചർ ഉപയോഗിച്ചിട്ട് മെംബ്രെയിന്റെ ഇന്റഗ്രിറ്റി കംപ്ലീറ്റ്ലി അവർ നഷ്ടപ്പെടുത്തും. ആൻഡ് അങ്ങനെ എന്ത് ചെയ്യും, മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. അവരെന്താ ചെയ്യുക വെച്ചാൽ ആൽക്കലിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ഡീനാച്ചുറേറ്റഡ് ആവാം, ലിപ്പിഡ്സിനെ സാപ്പോണിഫൈ ചെയ്യുക, സെൽ മെംബ്രെയിൻസിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാം. ഇത്രയും കാര്യം ചെയ്തിട്ടാണ് സോപ്സ് എന്ത് ചെയ്യുന്നുണ്ടാവാം, സോപ്സിന്റെ ആൽക്കലി പവർ ഉപയോഗിച്ചിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ആൽക്കലി ചെയ്യുന്നത്. പിന്നെ ഓർഗാനിക് ആസിഡ്സ് നമ്മൾ യൂസ് ചെയ്യും. ഓർഗാനിക് ആസിഡ് എന്ന് പറയുന്ന സമയത്ത് എക്സാമ്പിൾസ് ആണ് ലാക്റ്റിക് ആസിഡ്, പ്രൊപ്പിയോണിക് ആസിഡ്, ബെൻസോയിക് ആസിഡ്, സോർബിക് ആസിഡ് ഒക്കെ. ഇതിനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, pH കുറയ്ക്കാൻ പറ്റുന്നവരാണ് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ. സോ ഈ ഓർഗാനിക് ആസിഡ് ഉപയോഗിക്കുന്ന സമയത്ത് അവർ ഫുഡിന്റെ pH കുറയ്ക്കും. മൈക്രോബ്സ് എപ്പോഴും ഗ്രോ ചെയ്യുന്നത് ഒരു ന്യൂട്രൽ pHലാണ്. അപ്പൊ ഈ pH കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും, മൈക്രോ ഓർഗാനിസത്തിന്റെ നമുക്കിപ്പം ഒരുപാട് ടെമ്പറേച്ചേഴ്സ് നമുക്ക് താങ്ങാൻ പറ്റില്ല. ഒരു 37 ആണ് നോർമൽ നമ്മുടെ ടെമ്പറേച്ചർ. അത് ചിലപ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം കുറച്ചും കൂടെ നമുക്ക് താങ്ങാൻ പറ്റും. നമുക്ക് ഒരു ടെമ്പറേച്ചർ ഉണ്ട് താങ്ങാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ലോ ടെമ്പറേച്ചർ ഉണ്ട്. അതേപോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രൽ pH ആണ് ആവശ്യമായിട്ടുള്ളത്. ഓർഗാനിക് ആസിഡ്സ് ഉപയോഗിക്കുമ്പം അവിടെയുള്ള pH കുറച്ചിട്ട് ലോവർ pHലേക്ക് പോകും. സോ ദാറ്റ് മൈക്രോ ഓർഗാനിസത്തിന്റെ എൻസൈംസ് വർക്ക് ചെയ്യില്ല. ആ pHൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ഒരു കാര്യങ്ങളും വർക്ക് ചെയ്യില്ല. ലോ pHൽ എൻസൈംസ് വർക്ക് ചെയ്യില്ല, മെറ്റബോളിസം നടക്കൂല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില ആസിഡ്സ് മൈക്രോബിന്റെ സെല്ലിനകത്തേക്ക് കയറും, അൺഡിസോസിയേറ്റഡ് ഫോമിൽ ഉള്ളിലേക്ക് കയറിയിട്ട് ഉള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഡിസോസിയേറ്റ് ചെയ്യും. എന്നിട്ട് സൈറ്റോപ്ലാസം എന്ത് ചെയ്യും, അസിഡിഫൈ ചെയ്യും. അങ്ങനെയും ഉള്ളിൽ കയറിയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് മൊത്തം അവരെ ഗ്രോത്ത് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അവരെ ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യും. അതാണ് നമ്മൾ ഓർഗാനിക് ആസിഡ്സിന്റെ മെയിൻ കാര്യം. കാരണം മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യണം, അവരുടെ മെറ്റബോളിസം നടക്കണം, അവരുടെ എൻസൈംസ് വർക്ക് ചെയ്യണമെങ്കിൽ ന്യൂട്രൽ pH വേണം. ഓർഗാനിക് ആസിഡ്സ് ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ pH കുറയാണ് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു ലോ pHൽ മൈക്രോ ഓർഗാനിസത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് അവരുടെ എൻസൈംസും കാര്യങ്ങളും ഒന്നും വർക്ക് ചെയ്യാണ്ട് അവരുടെ ഡെത്ത് ആയിരിക്കും സംഭവിക്കാം. ചില ആസിഡ്സ് വേറൊരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാത്ത ഫോമിൽ അൺഡിസോസിയേറ്റഡ് ആയിട്ട് മൈക്രോബിയൽ സെല്ലിനകത്ത് പോയിട്ട് ഉള്ളിൽ വെച്ച് ഡിസോസിയേറ്റ് ചെയ്ത് അവരെ pH കുറയ്ക്കും. അങ്ങനെയും എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. സോ ഇതാണ് മെയിൻ ആയിട്ട് ആസിഡ്സും ആൽക്കലിയും ചെയ്യുന്നത്. ആൽക്കലിക്ക് എക്സാമ്പിൾ നമ്മുടെ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് തന്നെയാണ്. മെയിൻലി ആ ഒരു ആൽക്കലി പവർ എന്ന് പറഞ്ഞാൽ ആൽക്കലിക്ക് മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്രോട്ടീൻസിനെ നശിപ്പിച്ച് കളയുക, ലിപ്പിഡ്സിനെ നശിപ്പിച്ച് കളയുക, മെംബ്രെയിൻസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതാണ്. ആസിഡ്സ് pH കുറച്ചുകൊണ്ടാണ് മൈക്രോബ്സിനെ കില്ല് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതായിട്ട് വരുന്നതാണ് ഹെവി മെറ്റൽസ്. ഹെവി മെറ്റൽസിന് എക്സാമ്പിൾസ് ആണ് സെലിനിയം, മെർക്കുറി, കോപ്പർ, സിൽവർ എന്നൊക്കെ പറയുന്നത്. ഈവൻ ഇൻ ടൈനി എമൗണ്ട്സ് എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ എമൗണ്ടിൽ വരെ ഈ ഹെവി മെറ്റൽസ് മൈക്രോബ്സിന് ടോക്സിക് ആണ്. ഓക്കെ, കാരണം ഈ ഹെവി മെറ്റൽസ് ആയിട്ടുള്ള
മെർക്കുറി ആൻഡ് സിൽവർ ഇത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. മെർക്കുറിയുടെയും സിൽവറിന്റെയും പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സൾഫ് ഹൈഡ്രൽ ഗ്രൂപ്പ്സ് അഥവാ എച്ച് ഗ്രൂപ്പിനോട് ഭയങ്കര അഫിനിറ്റി ആയിരിക്കും ഈ മെർക്കുറിക്കും സിൽവറിനും. സോ ഈ എച്ച് ഗ്രൂപ്പ് മെയിൻലി നമുക്ക് കാണാൻ പറ്റുക മൈക്രോബ്സിന്റെ എൻസൈംസിലും പ്രോട്ടീൻസിലും ഈ ഒരു എച്ച് ഗ്രൂപ്പ്സ് ഉണ്ട്. സോ ഹെവി മെറ്റൽസ് ആയിട്ടുള്ള മെർക്കുറി ആൻഡ് സിൽവർ മൈക്രോ ഓർഗാനിസത്തിന്റെ എൻസൈമിലും പ്രോട്ടീൻസിലും പ്രസന്റ് ആയിട്ടുള്ള എച്ച് ഗ്രൂപ്പ് അഥവാ സൾഫൈഡൽ ഗ്രൂപ്പ്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. വെൻ ദീസ് മെറ്റൽസ് ബൈൻഡ് ഈ ഒരു മെറ്റൽസ് അതിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എൻസൈംസ് ഡീനാച്ചർ ആവും, നോർമൽ മെറ്റബോളിക് പ്രോസസ്സ് നടക്കൂല. സോ ദാറ്റ് അവർക്ക് എനർജി പ്രൊഡക്ഷനോ അല്ലെങ്കിൽ റെപ്ലിക്കേഷനോ ഒന്നും നടക്കാതെ ഇറ്റ് ലീഡ്സ് ടു ദിയർ ഡെത്ത്. അത്രയാണ് അവിടെ നടക്കുക. സോ ഹെവി മെറ്റൽസിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അവർക്ക് മൈക്രോ ഓർഗാനിസത്തിന്റെ ബോഡിയിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിനോട് അട്രാക്ഷൻ ഉണ്ടാകും. സോ വൺസ് ഹെവി മെറ്റൽ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ആ പറഞ്ഞ പെർട്ടിക്കുലർ സബ്സ്റ്റൻസുമായിട്ട് അവർ ബൈൻഡ് ചെയ്തിട്ടാണ് ആ കോമ്പൗണ്ടിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഓക്കെ, ഈസിയർ ആയിട്ട് അവർ എന്ത് ചെയ്യും, പ്രോട്ടീൻസിലും എൻസൈമിലും പോയിട്ട് ബൈൻഡ് ചെയ്യും. വിച്ച് ഗ്രൂപ്പ് ഉപയോഗിച്ച് എച്ച് ഗ്രൂപ്പ്, ഈ എൻസൈമിലും പ്രോട്ടീൻസിലും എച്ച് ഗ്രൂപ്പ് ഉണ്ടാവും. പെർട്ടിക്കുലർലി ആ ഗ്രൂപ്പിൽ പോയിട്ടായിരിക്കും ബൈൻഡ് ചെയ്യുന്നുണ്ടാവുക. ബൈൻഡ് ചെയ്തിട്ട് അതിനെ നശിപ്പിച്ചു കളയും. സോ അതാണ് ഹെവി മെറ്റൽസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് കോപ്പർ ആൻഡ് സിൽവർ അയോൺസ് ആണ്. അത് മൈക്രോബിന്റെ സെൽ മെംബ്രെയിനുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് സെൽ മെംബ്രെയിന്റെ പെർമിയബിലിറ്റി ഒക്കെ നഷ്ടപ്പെടുത്തി അവിടെ സെല്ലർ ലീക്കേജ് ആക്കും. പിന്നെ ചില മെറ്റൽസ് ആയിട്ടുള്ള സിൽവർ ഒക്കെ ബൈൻഡ് ചെയ്യുന്നത് ന്യൂക്ലിക് ആസിഡ്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്ത് റെപ്ലിക്കേഷൻ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. സോ മൈക്രോ ഓർഗാനിസത്തിനെ ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി പോകും, ഗ്രോത്ത് കപ്പാസിറ്റി പോകും. സിൽവർ നൈട്രേറ്റ് മറ്റൊരു ഹെവി മെറ്റൽ ആണ് സിൽവർ നൈട്രേറ്റ്. അത് ന്യൂ ബോൺസ് പിന്നെ പെട്ടെന്ന് ഇപ്പൊ ജനിച്ച കുഞ്ഞുങ്ങളുടെ ഐസിൽ നമ്മൾ ഈ സിൽവർ നൈട്രേറ്റ് വെക്കും. കാരണം എന്താന്ന് വെച്ചാല് സിൽവർ നൈട്രേറ്റിന് ഗോണോകോക്കൽ ആയിട്ടുള്ള ബാക്ടീരിയാസിനോട് ഭയങ്കര എഫക്റ്റീവ് ആണ്. സോ കുഞ്ഞ് ജനിച്ച ഉടനെ ഗോണോകോക്കൽ ഇൻഫെക്ഷൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിൽവർ നൈട്രേറ്റ് പ്ലേസ് ചെയ്യും. പിന്നെ നമ്മൾ വൂണ്ടില് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും മുറിവൊക്കെ പറ്റി കഴിഞ്ഞാൽ ചില ഇൻസ്ട്രുമെന്റ്സിലൊക്കെ നമ്മൾ ഓർഗാനിക് മെർക്കുറി കോമ്പൗണ്ട്സ് വെക്കും. മെർക്യോളേറ്റ്, തൈമറോസാൽ അതൊക്കെ വെക്കും. പിന്നെ സെലിനിയം സൾഫൈഡ് ആണ്. സെലിനിയം സൾഫൈഡ് ഡാൻഡ്രഫ് ഷാംപൂസിൽ യൂസ് ചെയ്യും, കാരണം അതിന് ഫംഗസ് ആൻഡ് ഫംഗൽ സ്പോർട്സിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കപ്പാസിറ്റി. കോപ്പർ സൾഫേറ്റ് നമ്മൾ യൂസ് ചെയ്യും. ആൽഗൽ ഗ്രോത്ത് ആണ് മെയിൻ ആയിട്ട് കോപ്പർ സൾഫേറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. സോ വാട്ടർ സിസ്റ്റത്തിൽ മെയിൻലി നമുക്ക് ആൽഗൽ ഗ്രോത്ത് കാണാൻ പറ്റുക വാട്ടർ സിസ്റ്റത്തിലൊക്കെയാണ്. സോ അവിടെ നമുക്ക് ആൽഗൽ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ കോപ്പർ സൾഫേറ്റ് യൂസ് ചെയ്യാം. സോ കുറച്ച് ഹെവി മെറ്റൽസിന്റെ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ ഹെവി മെറ്റൽസ് എന്തൊക്കെയാണ്? സെലിനിയം, കോപ്പർ, അതൊക്കെ മൈക്രോബ്സിന്റെ ഓരോ കമ്പോണൻസിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ടാണ്. അത്രയും ടോക്സിക് ആണ് ആക്ച്വലി ഹെവി മെറ്റൽസ്. കുറച്ച് എക്സാമ്പിൾസ് ആണ് കേട്ടോ ഇത്. ഓക്കെ, അടുത്തതായിട്ട് ഹാലജൻസ് ആണ്. ഹാലജൻസ് എന്ന് പറയുമ്പോൾ 5 എലമെന്റ്സ് ആണ് മെയിൻലി അതിൽ വരുന്നത്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആൻഡ് ആസ്റ്റാറ്റിൻ. ഇത്രയാണ് ഹാലജൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ക്ലോറിൻ ഒക്കെ നമ്മൾ വാട്ടർ ട്രീറ്റ്മെന്റിനൊക്കെ ക്ലോറിൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാനും കില്ല് ചെയ്യാനൊക്കെ നമുക്ക് ഇവരെ മെയിൻലി മീൻസ് ആന്റി മൈക്രോബിയൽ ഏജൻസ് ആണ് ഇത് മെയിൻ ആയിട്ട് ഇവരെ ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ്. ഹാലജൻസിനും ഓക്സിഡൈസേഷൻ കപ്പാസിറ്റി ആണ്. എന്ന് വെച്ചാല് ഇവരെന്ത് ചെയ്യും, മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രോട്ടീനകത്തേക്ക് ഇപ്പൊ അയഡിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. അയഡിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രോട്ടീനിലേക്ക് ഈ അയഡിൻ എന്ത് ചെയ്യും, ഇൻകോർപ്പറേറ്റഡ് ആവും. എന്ന് വെച്ചാൽ അയഡിനേറ്റ് ചെയ്യാം, പ്രോട്ടീൻസിനെ അയഡിനേറ്റ് ചെയ്യാം. അപ്പൊ പ്രോട്ടീൻസിലേക്ക് അയഡിൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രോട്ടീന്റെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. സോ അങ്ങനെയാണ് അവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓക്സിഡൈസ് ചെയ്യുക. പല ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ബോഡിയിലുള്ള പല സെൽ കമ്പോണൻസിനെ ഓക്സിഡൈസ് ചെയ്യാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ആണ് ഇപ്പൊ പറഞ്ഞത് അയഡിനേറ്റ് ചെയ്യാന്നുള്ളത്. പ്രോട്ടീനിലേക്ക് അയഡിൻ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ പ്രോട്ടീന്റെ ആ ഒരു നോർമൽ ക്യാരക്ടേഴ്സ് പോയിട്ട് പിന്നെ പ്രോട്ടീൻ ആ മൈക്രോ ഓർഗാനിസത്തിന്റെ ബോഡിയിൽ വർക്ക് ചെയ്യില്ല. പ്രോട്ടീൻ ഇല്ലാതെ അവിടെ ചിലപ്പം അവർക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, പിന്നെ അയഡിൻ നമ്മൾ യൂഷ്വലി അപ്ലൈ ചെയ്യുന്നുണ്ടാവുക ടിങ്ചർ ഓഫ് അയഡിൻ ആയിട്ടാണ്. അതിൽ നമ്മൾ 2% അയഡിൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ആ 2% അയഡിനെ നമ്മൾ വാട്ടർ എത്തനോൾ സൊല്യൂഷൻ, പൊട്ടാഷ്യം അയഡൈഡും കൂടെ ചേർന്നിട്ടുള്ള വാട്ടർ എത്തനോൾ സൊല്യൂഷനിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിങ്ചർ ഓഫ് അയഡിൻ കിട്ടും. സോ ഇതാണ് മോസ്റ്റ്ലി നമ്മൾ നമ്മുടെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ ഇറിറ്റേഷനോ അല്ലെങ്കിൽ കളർ ഒന്നും വരാതിരിക്കും. സ്കിന്നിൽ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ആ കളർ വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷൻസ് വരാം. അപ്പൊ നമ്മൾ അയഡിനെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയലുമായിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യും. അയഡോഫോർ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഈ അയഡോഫോർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് വാട്ടർ സോല്യൂബിൾ ആണ്, സ്റ്റേബിൾ ആണ്, സ്റ്റെയിനിങ് ഒന്നും ഉണ്ടാവില്ല, സ്ലോലി അയഡിൻ റിലീസ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഇല്ലാതെ അയഡിൻ ബോഡിയിൽ യൂസ് ചെയ്യാം ഡിസ്ഇൻഫെക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ,
അപ്പൊ അത്രയാണ് അയഡിൻ. ജസ്റ്റ് എന്താണ് അയഡിൻ എന്താ ചെയ്യുക, ബോഡിയിലേക്ക് മൈക്രോബ്സിന്റെ ഉള്ളിലുള്ള പ്രോട്ടീൻസിലേക്കൊക്കെ അയഡിൻ എന്ത് ചെയ്യും, ഇൻകോർപ്പറേറ്റഡ് ആയിട്ട് അയഡിനേറ്റ് ചെയ്യും. അങ്ങനെ അവരെച്ചാല് ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസത്തിന്റെ ബോഡിയിലുള്ള പല പല കമ്പോണൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഓക്സിഡൈസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ക്ലോറിൻ. നമ്മൾ മോസ്റ്റ്ലി വാട്ടർ സപ്ലൈ, പല വാട്ടർ സപ്ലൈ, സ്വിമ്മിംഗ് പൂൾസിലുള്ള വാട്ടർ, വെൽസിലുള്ള വാട്ടർ, അതെല്ലാം നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോറിൻ ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ ക്ലോറിൻ ആണ് യൂസ് ചെയ്യുന്നത്. ക്ലോറിൻ ഒരു ഹാലജൻ ആണ്. അപ്പൊ ക്ലോറിനിൽ നമ്മളിപ്പോ മെയിൻലി ക്ലോറിൻ ഗ്യാസ് ആയിട്ട് കൊടുക്കും. ബ്ലീച്ചിങ് ആയിട്ട് സോഡിയം ഹൈപ്പോക്ലോറൈറ്റിനെയാണ് നമ്മൾ ബ്ലീച്ച് എന്ന് പറയുന്നത്. നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഇല്ലേ, അത് NaOCl എന്ന് പറയും. ദെൻ കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് CaOCl2, കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ്. ഇത് ഈ ഒരു ഫോംസിലാണ് നമ്മൾ ക്ലോറിൻ മെയിൻലി വാട്ടർ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ഒന്നെങ്കിൽ ക്ലോറിൻ ഗ്യാസ് ആയിട്ട്, അല്ലെങ്കിൽ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ആയിട്ട്, അതാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ, അല്ലെങ്കിൽ കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ആയിട്ട്. ഇവരുടെ മെയിൻ പർപ്പസ് ആണ്, ഇപ്പോൾ നിങ്ങൾ ബ്ലീച്ചിങ് പൗഡർ കണ്ടിട്ടുണ്ട്. ബ്ലീച്ചിങ് പൗഡർ നമ്മൾ നന്നായിട്ട് വാട്ടറിൽ മിക്സ് ചെയ്തതിനു ശേഷം മാത്രമാണ് വെൽസിൽ യൂസ് ചെയ്യാവുള്ളൂ, വാട്ടറിലേക്ക് ആഡ് ചെയ്യുള്ളൂ. നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ആയിട്ട് ഒരിക്കലും ആസിഡ് അതേപോലെ പൗഡറായിട്ട് തന്നെ, പൗഡർ ഇറ്റ്സെൽഫ് ആയിട്ട് നമ്മൾ ഒരിക്കലും ആഡ് ചെയ്യില്ല. ആദ്യം ഇതിനെ നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്യും. വാട്ടറിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇവര് ക്ലോറിൻ ഗ്യാസ് ആണ് വാട്ടറിൽ മിക്സ് ചെയ്യുന്നതെങ്കിൽ അവര് ഹൈഡ്രോക്ലോറിക് ആസിഡും HOCl എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ്. പിന്നെ അടുത്തതായിട്ട് ബ്ലീച്ചിങ് പൗഡർ അഥവാ സോഡിയം ഹൈപ്പോക്ലോറൈറ്റിനെ വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോൾ അവർ NaOHും ഇതേപോലെ ഹൈപ്പോക്ലോറസ് ആസിഡും ഫോം ചെയ്യും. അതേപോലെ തന്നെയാണ് കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണെന്നുണ്ടെങ്കിലും വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഹൈപ്പോക്ലോറിക് ആസിഡും. അപ്പൊ നമ്മൾ ഏതൊരു ക്ലോറിൻ സബ്സ്റ്റൻസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്താലും ഹൈപ്പോക്ലോറസ് ആസിഡ് ആയിട്ട് അവർ മാറും. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ് ആക്ച്വലി ഇവിടെ മൈക്രോബിന് അഗെയിൻസ്റ്റ് അവരെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, അവരെ സെൽ മെംബ്രെയിൻസ് ഡാമേജ് ചെയ്യാം, പിന്നെ സെല്ലർ മെറ്റീരിയൽസ് ഡാമേജ് ചെയ്യാം. അങ്ങനെ ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ് കൊണ്ട് ഇവർക്ക് കിൽ ചെയ്യാൻ പറ്റും മൈക്രോ ഓർഗാനിസത്തിനെ. സോ ഇങ്ങനെയാണ് ക്ലോറിൻ നമ്മൾ യൂസ് ചെയ്യുക. ഫസ്റ്റ് ക്ലോറിൻ ഗ്യാസ് ആയിട്ടോ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ആയിട്ടോ കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ആയിട്ടോ നമുക്ക് അവൈലബിൾ ആയിരിക്കും പൗഡേഴ്സ് ആയിട്ട്. അത് വാട്ടറിൽ മിക്സ് ചെയ്യുക. വൺസ് വാട്ടറിൽ മിക്സ് ചെയ്താൽ ക്ലോറിൻ ഗ്യാസ് ആയിക്കോട്ടെ, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ആയിക്കോട്ടെ, കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് ആയിക്കോട്ടെ, ഇവരെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഹൈപ്പോക്ലോറസ് ആസിഡ്. ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ് മൈക്രോബ്സിനെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ദെൻ ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് ശരിക്കും കാൽഷ്യം ഓക്സിക്ലോറൈഡ് ആണ് കേട്ടോ. കാൽഷ്യം ഓക്സിക്ലോറൈഡ് ആണ്. ഇതിന്റെ കെമിക്കൽ ഫോർമുല ഇതാണ്, CaOCl2, കാൽഷ്യം ഓക്സിക്ലോറൈഡ്. ഓക്കെ, CaOCl2, കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ് എന്നും കാൽഷ്യം ഓക്സിക്ലോറൈഡ് എന്നും നമ്മൾ പറയും. ഇത് നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോൾ എന്താ ഫോം ചെയ്യുക, ഹൈപ്പോക്ലോറൈറ്റും ഹൈപ്പോക്ലോറസ് ആസിഡും. ഇത് രണ്ടുമാണ്. HOCl എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈപ്പോക്ലോറസ് ആസിഡ്, ആൻഡ് ഓൾസോ അതിന്റെ കൂടെ ബ്ലീച്ചിങ് പൗഡർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഹൈപ്പോക്ലോറൈറ്റും. ഹൈപ്പോക്ലോറസ് ആകുമ്പോൾ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കുക, ബ്ലീച്ചിങ് പൗഡറിൽ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സിക്ലോറൈഡ് ആണ്. അത് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അത് ഫോം ചെയ്യുന്നത് ഹൈപ്പോക്ലോറൈറ്റ് അയോൺസും കൂടെ ഹൈപ്പോക്ലോറസ് ആസിഡും ആണ്. ഓക്കെ, സോ ഇതില് ബോത്ത് എന്താണ്, ഈ പറഞ്ഞ ഹൈപ്പോക്ലോറസ് ആസിഡിനും ഹൈപ്പോക്ലോറൈറ്റും രണ്ടും ഓക്സിഡൈസിങ് ഏജന്റ്സ് ആണ്. രണ്ടും എന്ത് ചെയ്യും, മൈക്രോ ഓർഗാനിസത്തിന്റെ സെൽ മെംബ്രെയിൻ ഡാമേജ് ചെയ്തുകൊണ്ടും എൻസൈംസ് ഇനാക്ടിവേറ്റ് ചെയ്തുകൊണ്ടും ബാക്ടീരിയനെയും വൈറസിനെയും ഒക്കെ കിൽ ചെയ്തുകൊണ്ടും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോത്ത് അവരെ കിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഡ്രിങ്കിങ് വാട്ടർ, വെല്ലിലും നമ്മളെ ടാങ്കിലുള്ള ഡ്രിങ്കിങ് വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്, ടോയ്ലറ്റ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്, ഹോസ്പിറ്റൽ സർഫസ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്, ദെൻ ഫാബ്രിക് നമ്മുടെ കോട്ടൺ ലിനൻ ഫാബ്രിക്കിന് കളർ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യാം, സാനിറ്റേഷന് വേണ്ടിയിട്ട്, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി പബ്ലിക് ഹെൽത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. സോ ഇതാണ് മെയിൻലി. സോ ഇത് ഫോം ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് തോന്നുന്നു, ഈ പറഞ്ഞ ബ്ലീച്ചിങ് പൗഡർ വാട്ടറിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കോമ്പൗണ്ടാണ് ഉണ്ടാവുക എന്നുള്ളത് ഹൈപ്പോക്ലോറൈറ്റും ഹൈപ്പോക്ലോറസ് ആസിഡും ആണ് കേട്ടോ, ഓർത്ത് വെക്കാം. അടുത്തതായിട്ട് ആൽക്കഹോൾസ് ആണ്. ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഈത്തൈൽ ആൽക്കഹോൾ, ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ഒക്കെയാണ് കോമൺലി നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്.
ഹാലജൻസ് പോലെ തന്നെ ഈ പറഞ്ഞ ആൽക്കഹോൾസ് നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് യൂഷ്വലി അവരുടെ കോൺസെൻട്രേഷൻ 70% കോൺസെൻട്രേഷൻ ഉണ്ടാവും. സോ ആൽക്കഹോൾ ആ സമയത്ത് വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോഴാണ് അവർ എന്ത് ചെയ്യുന്നത് എഫക്റ്റീവ് ആയിട്ട് മാറുന്നത് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അവരുടെ പെനിട്രേറ്റിംഗ് എബിലിറ്റി കുറച്ചും കൂടെ കൂടുക ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യാം സെല്ലിലേക്ക് മുന്നത്തേക്കാളും വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസിയർ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സെല്ല് പെനിട്രേറ്റ് ചെയ്ത് അകത്തേക്ക് പോയിട്ട് സെല്ലിനുള്ളിലുള്ള പ്രോട്ടീൻസിനൊക്കെ ഡാമേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, മെയിൻ മെക്കാനിസം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഡീനാച്ചുറേഷൻ ആൻഡ് മെംബ്രെയിൻ ഡാമേജ് ആണ്. ഇപ്പൊ ഇൻസൈഡ് ഇത് കണ്ടോ, ഇതാണ് ഇപ്പം ആൽക്കഹോള്. ഇത് സെല്ലിന്റെ അകത്ത് എത്തിയിട്ട് പ്രോട്ടീൻ എന്ത് ചെയ്യാൻ നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നുണ്ടാവാം. ആൽക്കഹോൾ ആക്ച്വലി ചെയ്യുന്നത് പ്രോട്ടീനിന് ഫങ്ഷണൽ ആയിട്ട് നിൽക്കണ അവർക്ക് കറക്റ്റ് 3D സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പൊ ആ ഒരു 3D സ്ട്രക്ചറിൽ അവർ നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ബോണ്ടുകളാണ് ഹൈഡ്രജൻ ബോണ്ട്സ്, അല്ലാത്ത വീക്ക് ഇന്ററാക്ഷൻസ് ഒക്കെ. ആൽക്കഹോൾ ഒരു പ്രോട്ടീന് സെല്ലിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ആ പ്രോട്ടീനിൽ ഫോം ചെയ്ത ഹൈഡ്രജൻ ബോണ്ട്സിനെയും വീക്ക് ഇന്ററാക്ഷൻസിനെയും ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് പ്രോട്ടീൻസിന്റെ 3D സ്ട്രക്ചർ നഷ്ടപ്പെടുത്തി പ്രോട്ടീൻസിന്റെ കംപ്ലീറ്റ് ഷേപ്പും പ്രോപ്പർട്ടിയും നഷ്ടപ്പെടുത്തുകയായിരിക്കും ചെയ്യുക, ഫംഗ്ഷനും നഷ്ടപ്പെടുത്തുകയായിരിക്കും ചെയ്യുക. പിന്നെ ചെയ്യുന്നത് ലിപ്പിഡ്സിനെ ഡിസോൾവ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം മൈക്രോബിയൽ മെംബ്രെയിൻ ഒക്കെ ലിപ്പിഡ്സ് വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വൺസ് ആൽക്കഹോൾ ആ പറഞ്ഞ ബാക്ടീരിയയുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ബാക്ടീരിയ ഓർ മൈക്രോ ഓർഗാനിസത്തിന്റെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ലിപ്പിഡ്സിനെയും ഡിസോൾവ് ചെയ്ത് കളയും. ഇങ്ങനെയാണ് അവർ എന്ത് ചെയ്യുന്നത് കില്ലിങ് ചെയ്യുന്നുണ്ടാവാം. പിന്നെ ഈഥൈൽ ആൽക്കഹോളും അതേപോലെ തന്നെ ഐസോപ്രോപ്പൈൽ ആൽക്കഹോളും രണ്ടും നമ്മൾ സ്കിൻ ആന്റിസെപ്റ്റിക്സ് ആയിട്ട് യൂസ് ചെയ്യും, കോമൺലി യൂസ് ചെയ്യുന്നുണ്ട്. ഇഞ്ചക്ഷൻ ചെയ്യുന്നതിന് മുൻപും ബ്ലഡ് കളക്ഷന് മുന്നേ ഒക്കെ നമ്മൾ ആൽക്കഹോൾ വൈപ്പിംഗ് ചെയ്യുന്നില്ലേ, അതിങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുക ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആണ്. കാരണം ലീഗൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഈഥൈൽ ആൽക്കഹോൾ യൂസേജിന്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകും, സ്കിന്ന് ഈ പറഞ്ഞ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ വെച്ചിട്ടൊന്ന് ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് നമ്മളൊന്നത് യൂസ് ചെയ്യും. പിന്നെ ആൽക്കഹോൾസ് ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ മൈക്രോബ്സുമായിട്ട് അത്ര സമയം കോണ്ടാക്റ്റിൽ ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഡിമെറിറ്റ് ഉണ്ട്. പിന്നെ സ്കിൻ സർഫസിലുള്ള ബാക്ടീരിയാസ് എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും കില്ല് ചെയ്യാൻ എബിലിറ്റി ഉണ്ട്. പക്ഷെ എൻഡോസ്പോർസ് അല്ലാതെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഭയങ്കര സെല്ലുകളൊന്നും അവർക്ക് കളയാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ ആൽക്കഹോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള തെർമോമീറ്റേഴ്സ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തെർമോമീറ്റേഴ്സ് ഒക്കെ നമ്മൾ 10 to 15 മിനിറ്റ്സ് 70% ഈഥൈൽ ആൽക്കഹോളിൽ വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് തെർമോമീറ്റേഴ്സ് പോലുള്ള ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുക. സോ ഇത്രയാണ് ആൽക്കഹോളിന്റെ കാര്യം പറയുന്നത്. അപ്പൊ ആൽക്കഹോൾ എന്താണ്, നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പെനിട്രേറ്റിംഗ് എബിലിറ്റി കൂടും. സോ വൺസ് വാട്ടറിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് ആൽക്കഹോൾസ് ഭയങ്കര ആക്റ്റീവ് ആയിട്ട് മാറുക. സോ ആൽക്കഹോൾസ് ഒരു ബാക്ടീരിയയുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ വാട്ടറായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അവരുടെ പെനിട്രേറ്റിംഗ് പവർ കൂടിയിട്ട് മൈക്രോബിയൽ സെല്ലിനുള്ളിലേക്ക് എത്തും. ഉള്ളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രോട്ടീൻസുമായിട്ട് ഇന്റർഫിയർ ചെയ്ത് പ്രോട്ടീൻസിന് 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഡിസ്ട്രപ്റ്റ് ചെയ്ത് ഹൈഡ്രജൻ ബോണ്ട്സ് ബ്രേക്ക് ചെയ്തുകൊണ്ട് വീക്ക് ഇന്ററാക്ഷൻസ് ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രോട്ടീൻസിന്റെ 3D സ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്യും. സോ വൺസ് പ്രോട്ടീന്റെ 3D സ്ട്രക്ചർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഷേപ്പും ഫംഗ്ഷനും കംപ്ലീറ്റ്ലി പോയിട്ട് പ്രോട്ടീൻസ് പിന്നെ ആ ബാക്ടീരിയക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ബാക്ടീരിയ ഓർ മൈക്രോ ഓർഗാനിസം ബിൽഡായി. രണ്ടാമത്തത് ഈ ആൽക്കഹോളിന് പെട്ടെന്ന് തന്നെ ഫാറ്റ് ലിപ്പിഡ്സിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ലിപ്പിഡ് മെംബ്രെയിൻസും ഡിസ്ട്രോയ് ചെയ്ത് കംപ്ലീറ്റ്ലി മൈക്രോബിയൽ മെംബ്രെയിൻസ് ലീക്കി ആക്കി മാറ്റി കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ നടത്തും. പിന്നെ മോസ്റ്റ്ലി നമ്മൾ ഈഥൈൽ ആൽക്കഹോളും ഐസോപ്രോപ്പൈൽ ആൽക്കഹോളും വെച്ച് നോക്കുമ്പോൾ ലീഗൽ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈഥൈൽ ആൽക്കഹോൾ അധികം യൂസ് ചെയ്യില്ല, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആണ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ സ്കിൻ സർഫസിൽ ഉണ്ടാവുന്ന മൈക്രോ ഓർഗാനിസത്തിനൊക്കെ കില്ല് ചെയ്യാൻ വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് ആണ്. പക്ഷെ എൻഡോസ്പോർസ് ഒന്നും നമുക്ക് അങ്ങനെ കളയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവില്ല. പിന്നെ തെർമോമീറ്റേഴ്സ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി 10 to 15 മിനിറ്റ്സ് നമ്മൾ ഈഥൈൽ ആൽക്കഹോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതുമായിട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തെർമോമീറ്റേഴ്സ് പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ അടുത്തതായിട്ടുള്ളതാണ് ഫിനോൾസ്. ഫിനോൾസ് എന്ന് പറയുമ്പം ഇതേപോലെ നമ്മൾ ആൽക്കഹോൾസ് പോലെ തന്നെയാണ്. ഫിനോളും അതിന്റെ ഡെറിവേറ്റീവ്സിനെ നമ്മൾ ഫിനോളിക്സ് എന്നാ പറയുന്നുണ്ടാവാം. ഫിനോളിക്സ് മെയിൻ ആയിട്ട് അവരുടെ മെയിൻ പ്രൈമറി ആക്ഷൻ ഇതേപോലെ തന്നെ പ്രോട്ടീൻസ് ഡീനാച്ചുറേറ്റ് ചെയ്യുക, സെൽ മെംബ്രെയിൻസ് ഡിസ്ട്രപ്റ്റ് ചെയ്യുക, എൻസൈംസിനെ ഇനാക്ടിവേറ്റ്, ഇതേ സെയിം പ്രോപ്പർട്ടി തന്നെയാണ് വരുന്നത്. ഫിനോൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ വീട്ടിൽ പെനോയിൽ എന്ന് പറയില്ലേ,
അതന്നെയാണ് ഈ ഫിനോള്. നമ്മളിപ്പോ ബാത്റൂംസും അതേപോലെ തന്നെ ടോയ്ലറ്റ്സും ഒക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെയിം തന്നെ. ഓക്കെ. സോ ഫിനോൾസ് മെയിൻലി എന്താ ചെയ്യുന്നുണ്ടാവ? സെൽ മെംബ്രെയിൻസ് ഡിസ്ട്രക്ട് ചെയ്തോണ്ടും, പ്രോട്ടീൻസ് ഡീനാച്ചുറേറ്റ് ചെയ്തും, എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്തും കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവര് ആ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നുണ്ടാവാം. സോ നമുക്കറിയാം മൈക്രോ ഓർഗാനിസത്തിന്റെ മെംബ്രെയിൻ ലിപ്പിഡ്സും പ്രോട്ടീൻസും ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫിനോളിക് കോമ്പൗണ്ട്സ് ആ ലിപ്പിഡ്സിനെയൊക്കെ എന്ത് ചെയ്യാണ് ഡിസോൾവ് ചെയ്ത് അതിനെ മെംബ്രെയിന്റെ സ്ട്രക്ചർ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടാണ് മെംബ്രെയിനെ ഡാമേജ് ചെയ്ത് ലീക്കി ആക്കി മാറ്റുന്നത്. ഓൾസോ പ്രോട്ടീന്റെ 3 ഡാമേജ് സെയിം എന്താണോ മറ്റേ ആൽക്കഹോൾസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് പ്രോട്ടീൻസിന്റെ 3D സ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്യും. സോ ദാറ്റ് പ്രോട്ടീൻസിന്റെ 3D സ്ട്രക്ചർ പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റോപ്പ് ആകും and leads to cell death. Okay. ഇനി ഫിനോളിക്സ് നമ്മൾ മെയിൻലി സർഫസസ് ഡിസിൻഫെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ ടോയ്ലറ്റ് സർഫസ് ബാത്റൂംസ് ആ ഒരു സർഫസ് ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ടും ഡിസ്കാർഡഡ് ആയിട്ടുള്ള കൾച്ചേഴ്സ് നമ്മളിപ്പോൾ മൈക്രോബയോളജി ലാബ്സിലൊക്കെ ഡിസ്കാർഡ് ചെയ്ത കൾച്ചേഴ്സ് ഉണ്ടാവും അതെല്ലാം ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ നമ്മൾ എടുക്കുന്ന മീഡിയത്തിനകത്ത് എന്തെങ്കിലും ബ്ലഡോ പസ് കണ്ടന്റോ ഉണ്ടെങ്കിൽ ഫിനോളിക്സിന്റെ ആക്ടിവിറ്റി ഇതായി പോകും. സോ അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ പറഞ്ഞ ബ്ലഡ് ആൻഡ് പസ് കണ്ടന്റ്സ് റിമൂവ് ചെയ്തിട്ട് വേണം ഇതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ് ഉണ്ട് ബാക്കി ഡിസിൻഫെക്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ. ഇപ്പൊ നമ്മൾ അമൈൽ ഫിനോൾ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിനോള് അത് ബാക്ടീരിയയുടെ വെജിറ്റേറ്റീവ് ഫോംസ് ബാക്ടീരിയ ഫംഗസിന്റെ ഒക്കെ വെജിറ്റേറ്റീവ് ഫോംസിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് വൈറസസിനെ ഒക്കെ ഇനാക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിന് എന്ത് ചെയ്യാം സ്കിന്നിനും മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സിലും ഡിഷസിലും ഫർണിച്ചേഴ്സിലും വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ സർഫസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫിനോൾസ് ആന്റി മൈക്രോബ് ഒരു സെവറൽ ഡേയ്സ് കുറെ ദിവസത്തേക്ക് അവർക്ക് എന്ത് ചെയ്യും ഇപ്പോൾ കുറച്ച് അവേഴ്സ് മാത്രമല്ല കുറച്ച് സമയത്തേക്ക് മാത്രമല്ല സെവറൽ ഡേയ്സ് അവർക്ക് എന്തായിരിക്കും ആന്റി മൈക്രോബിയൽ ആക്ഷൻ ഉണ്ട്. ഫിനൈൽ ഫിനോള് നമുക്ക് ലൈസോൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ബാത്റൂംസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലൈസോളിലൊക്കെ ഈ ഒരു ഇതാണിത്. അപ്പോൾ കുറെ ദിവസത്തേക്ക് നമുക്ക് ആ ഒരു ആന്റി മൈക്രോബിയൽ ആക്ഷൻസ് കിട്ടും. അതേപോലെ മറ്റൊന്നാണ് ക്രെസോൾസ് എന്ന് പറയുന്നത്. ക്രയോസോട്ട് എന്ന് പറയുന്ന ആ ഒരു ഡെറിവേറ്റീവ് ആണ് കാണുന്നതാണ് ഈ ക്രെസോൾസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ വുഡ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടും വുഡ് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഉണങ്ങി ചീഞ്ഞു പോകാതിരിക്കുന്നില്ലേ അങ്ങനെ നമുക്കത് പ്രിവെന്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ. സോ ഇങ്ങനെ കുറച്ച് മെറിറ്റ്സ് ഗുഡ് അഡ്വാൻറ്റേജസും കൂടെ ഫിനോൾസിനുണ്ട്. ഓക്കെ. പിന്നെ ഹാലജൻസ് ഫിനോളിക് മോളിക്യൂൾസിലേക്ക് ഹാലജൻസ് കൊടുക്കുന്ന സമയത്ത് ഫിനോളിക് കോമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടി അവരുടെ ആന്റി മൈക്രോബിയൽ ആക്ടിവിറ്റി കുറച്ചും കൂടെ നന്നായിട്ട് കൂടുന്നും കൂടെ പറയുന്നുണ്ട്. നമുക്കറിയാം ഹാലോജൻ ഈ പറഞ്ഞ ഹാലോജൻസ് ആണ് ക്ലോറിനും അയഡിനും ഒക്കെ. സോ അവരെ നമ്മൾ ഇതുമായിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഇവരുടെ ആക്ടിവിറ്റി കൂടും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെക്സാ ക്ലോറോഫീനും ഡൈക്ലോറോഫീനും അത് രണ്ടും ഹാലജനേറ്റഡ് ആയിട്ടുള്ള ഫിനോൾസ് ആണ്. അപ്പോൾ ഈ ഹെക്സാ ക്ലോറോഫീനും ഡൈക്ലോറോഫീനും എന്ന് പറയുന്നത് ഫിനോൾസ് ആണ്. അതിൽ ഹാലജൻസും കൂടെ നമ്മൾ ആഡ് ചെയ്തതാണ്. അവർക്ക് മെയിൻലി സ്റ്റെഫൈലോകോക്കൈനെയും ഫംഗസിനെയും എന്ത് ചെയ്യാൻ ഡിസ്ട്രോയ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. പിന്നെ ക്ലോർഹെക്സിഡിൻ ഗ്ലൂക്കോണേറ്റ് എന്ന് പറയുന്നത് ഹാലോജനേറ്റഡ് ആയിട്ടുള്ള ഫിനോൾസിനോട് സ്ട്രക്ചറലി റിലേറ്റ് ചെയ്ത മറ്റൊന്നാണ്. അവരും ഇതേപോലെ തന്നെ നമ്മൾ ഓർഗാനിക് മെറ്റീരിയൽസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വൈറ്റ് സ്പെക്ട്രം ഉള്ളവരാണ്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഫിനോൾസിന്റെ കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ ട്രൈക്ലോറോസാൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ഫിനോൾസ് ജോയിൻ ചെയ്തുണ്ടാക്കുന്നതാണ്. അത് നമ്മൾ ആന്റി ബാക്ടീരിയൽ സോപ്പുകളിലും ഹൗസ് ഹോൾഡ് ഐറ്റത്തിലും ഒക്കെ യൂസ് ചെയ്യും. പിന്നെ ഒരുപാട് ബാക്ടീരിയക്ക് എഗെയിൻസ്റ്റ് അവർ എഫക്റ്റീവ് ആണ്. ദെൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഫിനോൾസിന്റെ കാര്യം? ഫിനോൾസും കളക്റ്റീവ്ലി നമ്മൾ ഫിനോളിക്സ് എന്താ പറയുന്നുണ്ടാവുക മെയിൻലി മൈക്രോ ഓർഗാനിസത്തിന്റെ സെൽ മെംബ്രെയിൻസും പ്രോട്ടീൻസും എൻസൈംസിലും ഒക്കെയാണ് അവർ ആക്ട് ചെയ്ത് ഡിസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. പിന്നെ ഫിനോളിക്സും മെയിൻലി നമ്മൾ ചെയ്യുമ്പോൾ പറഞ്ഞു സർഫസസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിൻ സർഫസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അവരുടെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കുറെ ദിവസത്തേക്ക് അവർക്ക് ആ ഒരു ആന്റി മൈക്രോബിയൽ പവർ അതേപോലെ ഉണ്ടാവും. പിന്നെ അതേപോലെയാണ് നമ്മളിപ്പോൾ ഡെയിലി നമ്മൾ ഫ്ലോർ നമ്മൾ എന്താ പറയുക ഫ്ലോർ ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യുമല്ലോ. അപ്പൊ നമ്മൾ ലൈസോൾ ഡെയിലി ഇപ്പൊ നമ്മളിപ്പോ വീക്ക്ലി ചിലപ്പോ ഒരു 2 ദിവസമോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഫ്ലോർസ് ഒക്കെ നമ്മൾ വൈപ്പ് ചെയ്യുന്നുണ്ടാവാം. സോ ആ ഒരു അത്രയും ഉണ്ടാവും അവരുടെ ആ ഒരു കപ്പാസിറ്റി കുറച്ച് ദിവസത്തേക്ക് അവിടെ ഉണ്ടാവും. അതാണ് അങ്ങനെ പറയുന്നത്. പിന്നെ ഹാലജൻസുമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് കമ്പൈൻ ചെയ്ത് ഫിനോളിക്സ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പവർ കുറച്ചും കൂടെ കൂടുന്നുള്ളതാണ്. അതിന് എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞ ഹാലജനേറ്റഡ് ആയിട്ടുള്ള ഫിനോൾസ്. ഹാലജൻ കമ്പൈൻ ചെയ്ത ഫിനോൾസിന് എക്സാമ്പിൾസ് ആണ് ഹെക്സക്ലോറോഫീൻ ഡൈക്ലോറോഫീൻ ഒക്കെ. പിന്നെ ക്ലോർഹെക്സിഡിൻ ഗ്ലൂക്കോണേറ്റ് ദെൻ ട്രൈക്ലോസാൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ.
അടുത്തതായിട്ട് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഒക്കെ കാര്യം. എന്താണ് ഓക്സിഡൈസിങ് ഏജന്റ്സ് എന്ന് പറയുന്നത്? മറ്റ് സബ്സ്റ്റൻസിൽ നിന്ന് നമുക്കറിയാം ഓക്സിജന്റെ മറ്റ് സബ്സ്റ്റൻസിൽ നിന്ന് ഇവർ ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഓക്സിജൻ ഒക്കെ റിയാക്റ്റീവ് ആക്കി മാറ്റുക. റിയാക്റ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ സ്പീഷീസ് അതേപോലെ തന്നെ സൂപ്പർ ഓക്സൈഡ് റാഡിക്കൽസ് ഒക്കെ ആക്കിയിട്ട് മാറ്റും. സോ അവരിൽ നിന്ന് മറ്റ് കോമ്പൗണ്ട്സ്, മറ്റ് സബ്സ്റ്റൻസ്, ഓക്സിജൻ പോലെയുള്ള മറ്റ് സബ്സ്റ്റൻസിൽ നിന്ന് ഇലക്ട്രോൺസ് ആക്സെപ്റ്റ് ചെയ്ത് അവരെ റിയാക്റ്റീവ് ആക്കി മാറ്റാണ്. ആ റിയാക്റ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ സ്പീഷീസിനൊക്കെ ഭയങ്കര വലിയ ഡിസ്ട്രോയിങ് എഫക്റ്റ് ആണുള്ളത്. ഓക്കെ, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ഷൻ ആയിട്ട് പറയുന്നത് അവരുടെ ഒരു ഓക്സിഡൈസിങ് കപ്പാസിറ്റി കാരണം അവർ പ്രോട്ടീൻസിൽ പ്രസന്റ് ആയിട്ടുള്ള ഡൈസൾഫൈഡ് ബോണ്ട് അഥവാ SS ബോണ്ട് ആണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടാവുക. SS ബോണ്ട് എന്ന് പറയുന്നത് പ്രോട്ടീൻസിന് അവരുടെ 3D സ്ട്രക്ചറിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ് SS ബോണ്ട് എന്ന് പറയുന്നത്, അപ്പൊ ഡൈസൾഫൈഡ് ബോണ്ട്സ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഓക്സിഡൈസിങ് കപ്പാസിറ്റി കാരണം അവർ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് പ്രോട്ടീൻസ് അവരുടെ ഷേപ്പ് നഷ്ടപ്പെട്ട് പ്രോട്ടീന്റെ ഫംഗ്ഷൻ പോവുകയായിരിക്കും ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ലിപ്പിഡ് പെറോക്സിഡേഷൻ നടത്തും. പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ പറഞ്ഞ സൂപ്പർ ഓക്സൈഡ് ഹൈഡ്രോക്സിൽ റാഡിക്കൽസ് ഒക്കെയാണ് ഫോം ചെയ്യുന്നുണ്ടാവുക. അത് പ്രോട്ടീൻസിനെയും ലിപ്പിഡ്സിനെയും ഒക്കെ നല്ല രീതിക്ക് ഡിസ്ട്രോയ് ചെയ്യുന്നവരാണ്. ഓക്കെ, പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഒന്നാമത്തത് വൂണ്ട് ക്ലീനിങ്ങിനാണ്. ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ പെറോക്സൈഡ് ഈവൻ ദോ റിയാക്റ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ സ്പീഷീസ് പ്രൊഡ്യൂസ് ചെയ്യെങ്കിലും ഇവർ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മുടെ ഹ്യൂമൻ സ്കിന്നിൽ വന്നു കഴിഞ്ഞാൽ അവർ കാറ്റലൈസ് എൻസൈം ഇവരെ ബ്രേക്ക് ചെയ്തിട്ട് വാട്ടറും ഓക്സിജൻ ആക്കി മാറ്റും. അതുകൊണ്ട് നമ്മളെ ബോഡിക്ക് അത് ഒട്ടും ഹാർംഫുൾനെസ് ഉണ്ടാക്കൂല. ഓക്കെ, ഈ റിലീസായ ഓക്സിജൻ ബബിൾസ് ഈ ഡെബ്രിസ് എന്തെങ്കിലും ചെറിയ ചെറിയ ഇങ്ങനെ ഈ പറഞ്ഞ ബാക്ടീരിയ അവിടെ ഇങ്ങനെ ചെറിയ സെൽ ഡെബ്രിസുകൾ ഉണ്ടാവില്ലേ, അതൊക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് വലിയൊരു പ്രോപ്പർട്ടി ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ആൽക്കൈലേറ്റിംഗ് ഏജന്റ്സ് ആണ്. ആൽക്കൈലേറ്റിംഗ് ഏജന്റ്സ് ഞാൻ പറഞ്ഞു ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആഡ് ചെയ്തിട്ട് പ്രോട്ടീൻസിലോട്ടും ന്യൂക്ലിക് ആസിഡ്സിലോട്ടും ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആഡ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നുണ്ടാവുക, മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നുണ്ടാവുക. ഈ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ ആൽക്കൈലേഷൻ എന്ന് പറയുന്നത്. ആൽക്കൈൽ ഗ്രൂപ്പ്സ് പ്രോട്ടീൻസിലേക്കും ന്യൂക്ലിക് ആസിഡ്സിലേക്കും ആൽക്കൈൽ ഗ്രൂപ്പ്സുകൾ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക, ആൽക്കൈലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആൽക്കൈലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ അവര് പ്രോട്ടീൻസിലേക്കും DNA-യിലേക്കും ഒക്കെ ആൽക്കൈൽ ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രോട്ടീൻസ് ഡീനാച്ചുറേറ്റഡ് ആയി പോകും, എൻസൈംസിന് ഇനാക്ടിവേഷൻ ഉണ്ടാകും, DNA ഡാമേജസ് ഉണ്ടാകും, റെപ്ലിക്കേഷൻ സെൽ സൈക്കിൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയിട്ട് ഡെത്ത് സംഭവിക്കുക. ഇത് എത്രേ ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചാൽ പ്രോട്ടീൻസിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആൽക്കൈലേറ്റിംഗ് ഗ്രൂപ്പ്സ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആൽക്കൈലേറ്റിംഗ് ഗ്രൂപ്പ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, പ്രോട്ടീൻസിന്റെ നോർമൽ സ്ട്രക്ചർ ഡിസ്ട്രോയ് ആവുകയാണ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ ആൽക്കൈലേറ്റിംഗ് ഏജന്റ്സ് NH2 ഗ്രൂപ്പ്സ് ആയിട്ട് അമിനോ ആസിഡ്സിലൊക്കെ മെയിൻലി NH2 ഗ്രൂപ്പ്, SH ഗ്രൂപ്പ്, OH ഗ്രൂപ്പ്സ്, നൈട്രജൻ ബേസസ്, DNA നൈട്രജൻ ബേസസിലൊക്കെയാണ് മെയിൻലി ഇൻകോർപ്പറേറ്റഡ് ആവുക. മെയിൻലി ആൽക്കൈലേറ്റിംഗ് ഏജന്റ്സ് നമ്മുടെ അമിനോ ആസിഡിൽ NH2 ഗ്രൂപ്പ്, SH ഗ്രൂപ്പ്, OH ഗ്രൂപ്പ്സ് ആയിട്ടും DNA നൈട്രജൻ ബേസസും ആയിട്ടാണ് ബൈൻഡ് ചെയ്തിട്ട് അവരുടെ ഡിസ്ട്രക്ഷൻ നടത്തുന്നുണ്ടാവുക. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഒന്നാമത്തത് ഫോർമാൽഡിഹൈഡ് ആണ്. ഫോർമാൽഡിഹൈഡ് മെയിൻലി വൈറസ്, ബാക്ടീരിയൽ ടോക്സിൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യും. അതേപോലെ തന്നെ വാക്സിൻ പ്രിപ്പറേഷനും യൂസ് ചെയ്യും. അവർക്ക് എന്താണ് ഈ ഒരു മൈക്രോ ഓർഗാനിസത്തിന് ഇൻഫെക്ടിവിറ്റി ഡിസ്ട്രോയ് ചെയ്ത് ആന്റിജനിക് പ്രോപ്പർട്ടീസ് ഒന്നും ഡിസ്ട്രോയ് ചെയ്യാതെ മൈക്രോ ഓർഗാനിസത്തിന് ഇൻഫെക്ടിവിറ്റി ഡിസ്ട്രോയ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. രണ്ടാമത്തത് ഗ്ലൂട്രാൽഡിഹൈഡ് ആണ്. സ്പോർസ് ഉൾപ്പെടെയുള്ള എല്ലാ മൈക്രോബിയൽ കണ്ടന്റ്സിനെ അവർക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ മെയിൻലി സ്റ്റെറിലൈസ് ചെയ്യാൻ നമ്മൾ ഗ്ലൂട്രാൽഡിഹൈഡ് പോലുള്ളതാണ് യൂസ് ചെയ്യുക. ഇതൊക്കെ ആൽക്കൈലേറ്റിംഗ് ഏജന്റ്സ് ആണ്. ഇവരൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അമിനോ ഗ്രൂപ്പായിട്ടും SH ഗ്രൂപ്പായിട്ടും ഒക്കെ ഇന്ററാക്ട് ചെയ്തിട്ട് അവരുടെ പ്രോട്ടീൻ നശിപ്പിച്ചിട്ടാണ് ബാക്ടീരിയനെ കില്ല് ചെയ്യുന്നത്. ദെൻ ബീറ്റ പ്രൊപ്പിയോലാക്ടോൺ ആണ്. അത് മെയിൻലി ഹെപ്പറ്റൈറ്റിസ് വൈറസും അല്ലാത്ത മൈക്രോബ്സിന് എഗെയിൻസ്റ്റും ആണ്. പിന്നെ വാക്സിൻസിലുള്ള വൈറസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാനും യൂസ് ചെയ്യും. പിന്നെ എത്രീൻ ഓക്സൈഡ് ആണ്. അതൊരു ഗ്യാഷ്യസ് ഫോം ആണ്. അതിന് വളരെ ഹൈ പെനിട്രേറ്റിംഗ് പവർ, ഒരു സർഫസിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഉള്ളോട്ടേക്ക് കടന്നു ചെല്ലാനുള്ള പവറാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ
മെയിൻലി ഈ എത്തിലീൻ ഓക്സൈഡ് യൂസ് ചെയ്യുന്നത് 4 hours യൂസ് ചെയ്യണം. കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് 4 hours യൂസ് ചെയ്യാം. 50°C ടെമ്പറേച്ചറിൽ 500 ml/L എന്നുള്ള രീതിക്ക്. മെയിൻലി റബ്ബർ ഗുഡ്സ്, പ്ലാസ്റ്റിക്, നമ്മുടെ ബെഡ് മീൻസ് മാട്രസസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഇതാണ് കുറച്ച് കോമൺ ആയിട്ടുള്ള ആൽക്കൈലേറ്റിംഗ് ഏജന്റ്സ് എന്ന് പറയുന്നത്. ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്രാൽഡിഹൈഡ്, ബീറ്റ പ്രോപ്പിയോലാക്ടോൺ ആൻഡ് എത്തിലീൻ ഓക്സൈഡ് എല്ലാം ആൽക്കൈലേറ്റിംഗ് ഏജന്റ്സ് ആണ്. ഇവർ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പ്രോട്ടീൻസിനെയും DNA ഒക്കെ നശിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അടുത്തായിട്ട് വരുന്നതാണ് ഡൈസ്. ഡൈ എന്ന് പറയുന്ന സമയത്ത് മെയിൻ ആയിട്ട് ഡിഫറെന്റ് ഡൈസ് ഉണ്ട്. ഡൈസിനും ഇതേപോലെ തന്നെ ബാക്ടീരിയയുടെ DNA അറ്റാച്ച് ചെയ്തുകൊണ്ടും ബാക്ടീരിയയുടെ സെൽ വോൾ നശിപ്പിച്ചുകൊണ്ടും ഒക്കെ ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ പറ്റും. സോ ഡൈ എന്ന് പറയുന്നത് അവർക്ക് ബൈൻഡിങ് പ്രോപ്പർട്ടി ആണുള്ളത്. മൈക്രോബിയൽ സെല്ലിനകത്തുള്ള പല പല കമ്പോണൻസിൽ പോയിട്ട് ബൈൻഡ് ചെയ്ത് അവർക്ക് വൈറ്റൽ ആയിട്ട് നടക്കേണ്ട ബേസിക് പ്രോസസ് ആയിട്ടുള്ള സെൽ ഡിവിഷൻ, സെൽ വോൾ ഫോർമേഷൻ, റെപ്ലിക്കേഷൻ ഇതെല്ലാം ഡിസ്ട്രോയ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, സോ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഒന്നാമത്തതാണ് അക്രിഡിൻ. അക്രിഡിൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മുടെ DNA ആണെന്നുണ്ടെങ്കിൽ ആ DNA ഇടയിലേക്ക് അങ്ങോട്ട് ഇന്റർകലേറ്റ് ചെയ്യാം. ഓക്കെ, മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് അവരുടെ ആക്ഷൻ എന്ന് പറയുന്നത് ഇന്റർകലേഷൻ ആണ്. അവര് ഇറ്റ്സെൽഫ് എന്ത് ചെയ്യും, DNA ബേസിസിൽ ബിറ്റ്വീൻ ഇന്റർകലേറ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, DNA ഡിസ്റ്റോർഷൻസ് വരും. എന്ന് വെച്ചാൽ അവരുടെ ബ്രേക്കേജ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഡിസ്റ്റോർഷൻസ് വന്ന് സോ മെയിൻലി അക്രിഡിൻ ചെയ്യുന്ന എന്താണ്, ബാക്ടീരിയയുടെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ ജനറ്റിക് മെറ്റീരിയലിലായിരിക്കും അവർ ആക്ട് ചെയ്യുന്നുണ്ടാവുക. ജനറ്റിക് മെറ്റീരിയലിൽ ഇതേപോലെ ഇന്റർകലേറ്റ് ചെയ്ത് ഡിസ്റ്റോർഷൻ വരുത്തും. സോ പ്രോപ്പർ ആയിട്ട് ഈ പറഞ്ഞ സെൽ റെപ്ലിക്കേഷൻ നടക്കില്ല. സോ ബാക്ടീരിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഈ ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് അവിടെ നടക്കില്ല. മെയിൻലി വൂണ്ട് ക്ലീനിങ്ങിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. പിന്നെ മെത്ലീൻ ബ്ലൂ ആണ്. മെത്ലീൻ ബ്ലൂ എന്ന് പറയുന്നത് ചില ബാക്ടീരിയാസ് ഇൻഹിബിറ്റ് ചെയ്യും. അവരുടെ മെറ്റബോളിക് പ്രോസസ്സിനെയാണ് മെയിൻ ആയിട്ട് ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ലാബോറട്ടറി കൾച്ചേഴ്സിൽ ഇപ്പൊ നമ്മളൊരു കൾച്ചർ ഗ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത വേറെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളതിനെ കില്ല് ചെയ്യാൻ നമുക്കത് യൂസ് ചെയ്യാം. കണ്ടോ, ഇതേപോലെ വൂൺസിൽ നമുക്ക് യൂസ് ചെയ്യാം. അടുത്തതായിട്ട് ക്രിസ്റ്റൽ വയലറ്റ് ആണ്. ജെൻഷൻ വയലറ്റ് എന്നും കൂടെ പറയും. ഇത് മെയിൻ ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത് ബാക്ടീരിയൽ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ സെൽ വോളിലാണ്. സെൽ വോളിൽ ബൈൻഡ് ചെയ്തിട്ട് ഈ സെൽ വോൾ പ്രോപ്പർ ആയിട്ട് ഫോം ചെയ്യുന്നത്, സെൽ വോളിന്റെ ഇത് പ്രോപ്പർ ആയിട്ട് ഫോം ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യും. മെയിൻലി ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. സ്കിൻ ഇൻഫെക്ഷൻസിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസിനും പ്രോട്ടോസോവൻസ് ആയിട്ടുള്ള ട്രൈക്കോമോണാസ്, ഈസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡ ആൽബിക്കൻസിനോടൊക്കെയാണ് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് പറയാനുള്ള. ഡൈ എന്ന് പറയുന്നത് അവർ ഓരോ പാർട്സിൽ ഇന്റർകലേറ്റ് ചെയ്ത് അക്രിഡിൻ DNA ഇന്റർകലേറ്റ് ചെയ്ത് DNA റെപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യാം. മെത്ലിൻ ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ സെല്ലുലാർ മെറ്റബോളിക് പ്രോസസ്സിലാണ് ഇന്റർഫിയർ ചെയ്യുന്നത്. ക്രിസ്റ്റൽ വയലറ്റ് സെൽ വോളിൽ ബൈൻഡ് ചെയ്ത് സെൽ വോൾ സിന്തസിസ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് മെയിൻലി ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയാസും പ്രോട്ടോസോവൻസും ഈസ്റ്റിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ് ഫിസിക്കൽ സ്റ്റെറിലൈസേഷൻ കെമിക്കൽ സ്റ്റെറിലൈസേഷൻ വന്നിട്ടുള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ആക്റ്റീവ് മൈക്രോബിയൽ ഇൻഗ്രീഡിയന്റ് ഇൻ ബ്ലീച്ചിങ് പൗഡർ? ഏതായിരുന്നു? നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ബ്ലീച്ചിങ് പൗഡർ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇത് നമുക്ക് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 2 ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ആയിട്ട് അവർ ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ്? ഹാലജൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലീച്ചിങ് പൗഡർ ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്. ബ്ലീച്ചിങ് പൗഡർ ഇറ്റ്സെൽഫ് അത് നമുക്ക് ആക്റ്റീവ് അല്ല. ബ്ലീച്ചിങ് പൗഡറിൽ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് 2 സബ്സ്റ്റൻസസ്, ഒന്ന് ഏതാണ്, ഹൈപ്പോക്ലോറസ് ആസിഡും രണ്ടാമത്തത് ഹൈപ്പോക്ലോറൈറ്റ് ആയിട്ടും. ഇത് രണ്ടുമാണ് ആക്റ്റീവ് ആയിട്ടുള്ള. ഈ സബ്സ്റ്റൻസസ് ആണ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് മൈക്രോബിയൽ കില്ലിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഏതാണ് റൈറ്റ് ആൻസർ? ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക, ഹൈപ്പോക്ലോറൈറ്റ് അല്ലെ. അപ്പൊ ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹൈപ്പോക്ലോറൈറ്റും ഹൈപ്പോക്ലോറസ് ആസിഡും ആയിട്ട് ബ്രേക്ക് ചെയ്യും. ഈ ഹൈപ്പോക്ലോറൈറ്റും ഹൈപ്പോക്ലോറസ് ആസിഡ്സും ആണ് മെയിൻ ആയിട്ട് ബ്ലീച്ചിങ് പൗഡറിന്റെ ആ ഒരു ആക്ടിവിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? ഹൈപ്പോക്ലോറൈറ്റ് ആണ് കേട്ടോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ PYQH. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കെമിക്കൽ സ്റ്റെറിലൈസേഷനിൽ ഉള്ളത്. അപ്പൊ എന്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് നിങ്ങൾ ഫിസിക്കൽ സ്റ്റെറിലൈസേഷൻ എന്താ ഓരോന്ന് മനസ്സിലാക്കുക. കൂടുതൽ എന്താ പറയുക സ്ട്രെസ് കൊടുക്കുക, ഫിസിക്കൽ സ്റ്റെറിലൈസേഷൻ കൊടുക്കുക. നമുക്ക് അടുത്ത സെഷനിൽ ഫിസിക്കൽ സ്റ്റെറിലൈസേഷനെ പറയാനുള്ളത്, അതിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ആദ്യം നമ്മൾ പറഞ്ഞു
കെമിക്കൽ സ്റ്റെറിലൈസേഷൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായ അതിൽ ഫസ്റ്റ് എത്തിലീൻ ഓക്സൈഡ് പറഞ്ഞു, ദെൻ ക്ലോറിൻ ഡയോക്സൈഡ്, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ്സ്, പെറോക്സിജൻസും അതർ ഫോംസ് ഓഫ് ഓക്സിജൻസും, ദെൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പറഞ്ഞു, ആസിഡ്സ് ആൻഡ് ആൽക്കലി പറഞ്ഞു, ഹെവി മെറ്റൽസ്, ഹാലജൻസ്, ആൽക്കഹോൾസ്, ദെൻ ഫിനോൾസ്, പിന്നെ ഓക്സിഡൈസിങ് ഏജൻസ്, ആൽക്കലൈറ്റിംഗ് ഏജൻസ് ആൻഡ് ഫൈനലി ഡൈസ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് കെമിക്കൽ സ്റ്റെറിലൈസേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് സെഷനിൽ ഫിസിക്കൽ സ്റ്റെറിലൈസേഷൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു.